ദൈവവചന പഠനത്തിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ മെസ്സേജ് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ചില സഹോദരന്മാർ അത് ചോദിച്ചിരുന്നു. അന്നേരം അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി മുമ്പോട്ടൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറച്ച് തിരക്കുമായിരുന്നു. നിങ്ങൾക്ക് കുവൈറ്റിലുള്ളവർക്ക് അറിയാമായിരിക്കാം, ഇപ്പം ജ്യൂസ് ഇവിടുന്ന് പോയിട്ടൊരു 3 മാസത്തോളമായി. ഇപ്പം ഞാനും കുട്ടികളും തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. ഞാൻ നേരം കുവൈറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആ, നാള് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഇല്ലാതെ പിള്ളേരുടെ മാത്രമായിട്ട്. പക്ഷെ കുവൈറ്റിലായിരുന്നതിനെക്കാട്ടി കുറച്ച് വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുവൈറ്റിലായിരുന്നപ്പോൾ ചർച്ചും സഹോദരന്മാരൊക്കെ കൂടുതലുള്ളത് കൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല, കുവൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ വളരെ അടുത്ത് സാധനങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. 500 ഫിൽസിന് ബ്രേക്ക്ഫാസ്റ്റും 1 കടിക്ക് ലഞ്ചും ഒക്കെ അവൈലബിൾ ആയിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അതല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കറക്റ്റ് ഒരു വൈറ്റ്സിന്റെ ഇടയിലാണ്, വൈറ്റ്സിന്റെ ഏരിയ ആണ്. അന്നേരം നമുക്ക് ഇന്ത്യൻ ഫുഡ്സ് ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കിട്ടത്തില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിലും കുറച്ച് ദൂരെ പോവുകയാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അന്നേരം നമ്മളുടെ ഒരു മാനസികമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അന്നേരം സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെത്താനെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിലെ ജ്യൂസ് ഇവിടുന്ന് അരിസോണയിലോട്ട് പോയപ്പോൾ ഒരു സഹോദരൻ്റെ സംസാരിച്ചപ്പം ആ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സഹോദരൻ ഒരു 3-4 മാസം ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ചാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ഒരു വാക്യം ആലോചിച്ചു. ഫിലിപ്പ് ലേഖനത്തിൽ കർത്താവ് പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ കൃപയാൽ ഇതുവരെയും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറച്ച് തിരക്കുകൾ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ജോലി സംബന്ധമായിട്ടൊരു എക്സാം ഉണ്ടായിരുന്നു, അതിനുള്ള പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതും കാരണം എനിക്ക് അധിക സമയം മെസ്സേജും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചിന്തിച്ചത് ഇപ്പോൾ നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ 12 ക്ലാസ്സായി, ഇനി മാക്സിമം ഒരു ക്ലാസ് കൊണ്ട് തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ശരിക്കും ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ അനേക കാര്യങ്ങൾ വീണ്ടും കവർ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് മുമ്പോട്ട് ക്ലാസ്സുകൾ എടുക്കുന്നില്ല, കാരണം പലതും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ 12 ക്ലാസ്സുകളിലേക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കവർ ചെയ്യാൻ പലതും ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഒരു സീരീസിനകത്ത് ഒതുക്കാനൊക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു ആഴ്ച കൊണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ ആണ് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതുവരെയുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റ് ചർച്ചാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞ പോലെ ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഡൗട്ടുകളോ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചർച്ചയായിട്ടോ ചെയ്യണമെങ്കിൽ പിന്നീടും ഞാൻ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു സീരീസിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അന്നേരം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച പല കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് എടുക്കാനായിട്ട് സമയമില്ല. പ്രധാന പോയിന്റുകൾ മാത്രം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നെങ്കിൽ മാത്രമേ, ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ദൈവപരിജ്ഞാനം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ദൈവം തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി കർത്താവ് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. ദൈവസഭ എന്ന ഒരു ശരീരത്തെ, യേശുക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരത്തെ കർത്താവ് ഉളവാക്കി. അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരത്തിൽ കർത്താവ് ഏറ്റവും സാധിച്ച കാര്യം. അന്നേരം ഈ ശരീരം, മനുഷ്യന്റെ ശരീരത്തെയാണ് പ്രത്യേകിച്ച് പൗലോസിൽ കൂടി യേശുക്രിസ്തു കൊടുത്ത ആ ഒരു വെളിപാടിൽ കൂടി പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഈ ഹ്യൂമൻ ബോഡിയെ പൗലോസ് ദൈവസഭയുടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യന്റെ ശരീരം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, റെക്കോർഡ് ചെയ്യാതിരുന്നുകൊണ്ട് അത് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. നേരെ സങ്കീർത്തനം 139 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് തന്നെ പറയുകയാണ്, ഇല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഭയങ്കരവും അതിശയകരവുമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, മനുഷ്യനെ ദൈവം 3 ഭാഗമായിട്ടാണ് സൃഷ്ടിച്ചത്: ആത്മാവ്, ദേഹി, ദേഹം. 1 തെസ്സലോനിക്കർ 5:23 ആ കാര്യം പറയുന്നത്. എന്നിട്ടും ഈ 3 ഭാഗങ്ങളെയും 2 രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും റൂട്ട് കോസ്, 2 കോസേ ഉള്ളെന്നാണ് സാധാരണ മെഡിക്കൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ഒരു കണ്ടത്. അതിന്റെ കോസ് 2 ആണെങ്കിലും അതിന്റെ എഫക്റ്റുകൾ പലതാണ്.
പക്ഷെ രണ്ട് കോസേ ഉള്ളൂ മനുഷ്യന്റെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്നതും അതിനെ ഡാമേജ് ചെയ്യുന്ന രണ്ട് കോസേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൽ ഒന്ന് ടോക്സിൻസ് ആണ് നമ്മുടെ ബോഡിയെ നശിപ്പിക്കുന്നത്. രണ്ട് മാൽ ന്യൂട്രീഷൻ ആണ്. ടോക്സിൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന ബാഡ് ഫുഡ്, മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് ആവശ്യമുള്ള ഫുഡ് ചെല്ലാതിരിക്കുക. ഇതാണ് മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ആരോഗ്യമായിരിക്കണമെങ്കിൽ നമുക്ക് ടോക്സിൻസ് അകത്തേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ കഴിക്കാൻ വേണം. അതുപോലെ തന്നെ മനുഷ്യന്റെ ദേഹിയിലും ഇതേ രണ്ട് കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് നെഗറ്റീവായിട്ടുള്ളതും ഡിപ്രസീവായിട്ടുള്ളതും പല പ്രോഗ്രാമുകളും പാട്ടുകൾ ഇങ്ങനത്തെ മീഡിയാസ് നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുകയും നമ്മളെ ബുദ്ധിപരമായിട്ട് ഉത്തേജിപ്പിക്കുകയും നമ്മൾക്ക് പഠിക്കാനായിട്ട് കഴിയുകയും നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ദൈവാനുപ്രകാരം അതൊന്നും തെറ്റൊന്നുമല്ല. അതിനെ എല്ലാം ഒഴിവാക്കിയിട്ട് ജീവിക്കണമെന്നല്ല ദൈവാനം പഠിപ്പിക്കും. നമുക്ക് എന്റർടൈൻ ചെയ്യുന്നത്, നമുക്ക് നന്നായി നല്ല രീതിയിൽ നമ്മളെ മാനസികമായിട്ട് ഉത്തേജിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ആത്മാവിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിനും നമുക്ക് യഥാർത്ഥത്തിലുള്ള പഥ്യവചനം, സൗണ്ട് ഡോക്ടറിൻ നമ്മൾ കേൾക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു മാൽ ന്യൂട്രീഷൻ പോലെയാണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഇൻപുട്സ്, നമ്മൾക്ക് ന്യൂട്രീഷൻസ് ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്നില്ല. അത് 1 തിമോഥെയോസ് 4:6 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നീ പഠിച്ചാൽ, ഈ ഉപദേശം നീ മനസ്സിലാക്കിയാൽ നീ നറിഷ്ഡ് ആവും എന്ന് പറയുന്നുണ്ട്. പോഷണം ലഭിക്കും, ദൈവവചനത്താൽ നിനക്ക് പോഷണം ലഭിക്കുന്നത്. സൗണ്ട് ഡോക്ടറിനെ പറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ പഥ്യോപദേശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന ടോക്സിൻസ് ഉണ്ട് ആത്മീയമായിട്ട്. ആത്മീയമായിട്ടുള്ള ടോക്സിൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ ആത്മീയമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ലോകപരമായിട്ടുള്ളത് നമ്മളെ നശിപ്പിക്കും. എന്നാൽ ദൈവവചനം കൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കാൻ ടോക്സിൻ മെസ്സേജസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ദൈവവചന വിരുദ്ധമായിട്ടുള്ള ദുരുപദേശങ്ങൾ, ഇല്ലെങ്കിൽ പരീക്ഷ ഉപദേശങ്ങൾ, ലീഗലിസ്റ്റിക് ടീച്ചിങ്ങുകൾ, സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ, ഇങ്ങനത്തെ പല ഇന്ന് ദൈവവചനം എന്ന് എടുത്തുകൊണ്ട് പലരും പ്രസംഗിക്കുന്നത് ടോക്സിക് മെസ്സേജുകളാണ്. പലരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന എല്ലാം നമുക്ക് നല്ലതാണെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. ദൈവവചനത്തിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ നറിഷ് ചെയ്യുന്ന സൗണ്ട് ഡോക്ടറിനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന, ഈ ബൈബിൾ എടുത്തുകൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ ആത്മീയമായിട്ട് നമ്മളെ നശിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജുകൾ എടുക്കാനായിട്ട് ആൾക്കാർക്ക് കഴിയും. പലപ്പോഴും ടി വി ചാനലുകളിൽ കൂടി പ്രസംഗിക്കപ്പെടുന്ന പല ക്രിസ്തീയ മെസ്സേജുകളും ടോക്സിക് മെസ്സേജുകളാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു വിവേചനമുള്ള വ്യക്തിക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഏതാണ് യഥാർത്ഥത്തിലുള്ള പഥ്യവചനമെന്നും ഏതാണ് നമ്മളെ നശിപ്പിക്കുന്ന മെസ്സേജസ് എന്നുള്ളത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞിരുന്നു. അന്നേരം നമ്മളുടെ സൗണ്ട് ഡോക്ടറിൻ എന്നുള്ളത് ദൈവവചനത്തിൽ ഉടനീളം അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഥ്യോപദേശം നിങ്ങൾ കേൾക്കണം. പഥ്യോപദേശം അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും അത് പ്രസംഗിക്കുന്ന വ്യക്തികളും അത് പഠിപ്പിക്കുന്ന വ്യക്തികളും കുറഞ്ഞു വരികയും, അതുപോലെ തന്നെ കർണരസമാകുമാറ് നമ്മളെ രസിപ്പിക്കുന്ന, അതേസമയം നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് തന്നെ കർണരസകുമാർ നമ്മളെ സംസാരിച്ച്. എന്നിട്ട് ബൈബിളിൽ നിന്ന് ഉള്ളതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുക എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനം എടുത്തുകൊണ്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അവിടെയാണ് ഏറ്റവും വലിയൊരു വഞ്ചന നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചതുപോലെ നീതിയുടെ ശുശ്രൂഷക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന ആൾക്കാർ വരും. ശരിക്കും ദൈവ സഭയെ നശിപ്പിക്കാൻ കഴിയുന്നത് ദൈവ സഭയ്ക്ക് ഉള്ളിൽ കടന്നിരിക്കുന്ന ദുരുപദേശകന്മാരും ടോക്സിൻ മെസ്സേജുകൾ പഠിപ്പിക്കുന്നവരുമാണ്. ഇതിനെ ഡിസേൺ ചെയ്യാനായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അന്നേരം ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വന്ന കാര്യങ്ങൾ, അല്ലെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും. അന്നേരം ഇതിലെ ഈ സൗണ്ട് ഡോക്ടറിൻ എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അതിനെയാണ് ബൈബിളിൽ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ സെന്റർ മെസ്സേജ്, ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീല് കറങ്ങുമ്പോൾ അതിൻ്റെ അതിൻ്റെ സെന്ററിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഒരു വീല് കറങ്ങുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളുടെയും സെന്ററായിട്ടുള്ളത് ക്രൂശിന്റെ സന്ദേശമായിരുന്നു, വേർഡ് ഓഫ് ക്രോസ്. അന്നേരം അതിൽ നിന്നാണ് ബാക്കി എല്ലാം ഡിറൈവ് ചെയ്യുന്നത്. അന്നേരം ആ സെന്ററിൽ നിന്ന് ആ മെസ്സേജ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മെസ്സേജുകളുടെയും ആ ഓർഡർ തെറ്റും. അന്നേരം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധ ജീവിതമായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, ചർച്ച് ലൈഫ് ആയിക്കോട്ടെ, എല്ലാ ടീച്ചിങ്ങുകളും അത് ഈ സെന്റർ മെസ്സേജുമായിട്ട് കണക്റ്റഡും അലൈൻഡുമായിരിക്കണം. അല്ലെങ്കിൽ ബാക്കി എല്ലാ ടീച്ചിങ്ങുകളും
ഈ സെൻട്രലിൽ നിന്ന് മാറിപ്പോവുകയും പിന്നെ സാധാരണ രീതിയിലൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം പോലെ തന്നെ അത് മാറിപ്പോവുകയും ചെയ്യും. അന്നേരം ഈ ഒരു കോർ മെസ്സേജിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഡിറൈവ് ചെയ്യുന്നത്. അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ ദിവസങ്ങളിലെ ഈ 12 ക്ലാസ്സുകളിലും പറയാനായിട്ട് ശ്രമിച്ചതിന്റെ കോർ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി, ആ ക്രൂശിന്റെ സന്ദേശത്തിൽ കൂടിയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയാണ് യേശുക്രിസ്തു ഒരു പുതിയ കവനന്റ് സ്ഥാപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലന്മാര് ആ കറക്റ്റ് ഓർഡറിൽ ഇത് വിശദീകരിക്കുന്നത്. അന്നേരം നമ്മൾ ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഓർഡറിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. ആ സെന്റർ കോറിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടായി പോകരുത് ഒരിക്കലും. അന്നേരം ഈ ക്രൂശിന്റെ മരണത്തിന് രണ്ട് രണ്ട് തലത്തിലല്ല, പല ഡയമെൻഷൻ ഉള്ളതാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡയമെൻഷനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ പുതിയ കവനന്റ് യേശുക്രിസ്തു സ്ഥാപിച്ച യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ, ഇല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശിന്റെ രണ്ട് ഡയമെൻഷൻ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ച ആ ക്രൂശാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ അറിയേണ്ട കാര്യമാണ്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഏറ്റവും കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അന്നേരം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിന്റെ എല്ലാം ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മുടെ പാപഹൃദയം നീക്കപ്പെട്ടു. നമ്മളെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദൈവം സ്വതന്ത്രരാക്കുകയാണ് ചെയ്തത്. അതോടുകൂടി നമ്മൾ സ്വതന്ത്രരായതോടുകൂടി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് കേപ്പബിൾ ആവുകയാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശദീകരണം, ഇല്ലെങ്കിൽ ക്രൂശിന്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ, രണ്ടാം ഭാഗത്ത് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോറായിട്ടുള്ള കാര്യം. രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഭാഗത്തിൽ കൂടി നമ്മളെ ദൈവം ആഡമിക് നേച്ചറിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഒരു ക്രൂശ് ഒരു കത്തി പോലെ നമ്മളെ മുറിച്ചു മാറ്റുന്ന പോലെ, ഇല്ലെങ്കിൽ ഹൃദയപരിച്ഛേദന എന്ന് പറയുന്ന പോലെ നമ്മളെ പാപ സ്വഭാവത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി, ആഡമിക് നേച്ചറിൽ നമ്മളെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾക്ക് നമ്മളെ യേശുക്രിസ്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ടാണ്. അന്നേരം രണ്ടാം ഭാഗത്തെ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ തുടർച്ചയായിട്ടുള്ള നമ്മളുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം ഉള്ളിൽ വഹിച്ച് ആ ആത്മാവിനാൽ വളർന്ന് നമ്മൾ ഒരു ചർച്ച് ബോഡിയായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നു. ഈ രണ്ട് തലങ്ങൾ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതവും ദൈവസഭ എന്നുള്ള പണിയപ്പെടലും ഇന്ന് നടക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കോർ മെസ്സേജിന്റെ ആ യഥാർത്ഥ സെന്ററിൽ നിന്ന് ദൈവസഭകൾ ഡൈവേർട്ട് ചെയ്ത് പോയതുകൊണ്ടാണ്. അന്നേരം ഈ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 12 ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഉറപ്പിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മുടെ ടെർമിനലി സിക്കായിരുന്ന, സിൻഫുൾ ആയിട്ടിരുന്ന, ആ പാപ ഫാക്ടറി ആയിരുന്ന ആ സിൻഫുൾ ഹാർട്ടിനെ ദൈവം നശിപ്പിച്ചു. നമ്മളെ അതിൽ നിന്ന് ആ സിൻഫുൾ ഹാർട്ട് ദൈവം ഒരു ഹൃദയ പരിച്ഛേദനയിൽ കൂടെ നീക്കി നമുക്കൊരു പുതിയ ഹൃദയം തന്നു. നമ്മളെ അതിൻ്റെ ഫലമായിട്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി. അതോടൊപ്പം തന്നെ ന്യായപ്രമാണത്തിൽ ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി. യേശുക്രിസ്തു തൻ്റെ ക്രൂശിൽ കൂടി പിതാവായ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നമ്മളെ വീണ്ടും ആത്മാവിൽ ഒന്നിപ്പിക്കാനായിട്ട് തൻ്റെ ജഡം എന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് ഒരു ജീവനുള്ള പുതുവഴി തുറന്നു. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളുടെ മനസാക്ഷിയെ പരിപൂർണമായിട്ടും ശുദ്ധീകരിച്ച് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും മുമ്പോട്ടുള്ള പാപങ്ങളും എല്ലാ പാപങ്ങളും നമ്മളെ പോക്കി നമ്മളെ എന്നേക്കുമായി ശുദ്ധീകരിക്കുകയും യേശുക്രിസ്തുവുമായിട്ട്, ഇല്ലെങ്കിൽ പിതാവായ ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ഇന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായിട്ട് മീഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഇടയ്ക്കൊരു പുരോഹിത വർഗത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളെ പുരോഹിത വർഗമാക്കുകയും യേശുക്രിസ്തു മഹാപുരോഹിതനായിക്കൊണ്ട് ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. യേശുക്രിസ്തു മാത്രമാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ തലയായി തീരുകയാണ്. ഇതെല്ലാം കണക്ടറാണ്. എന്നിട്ട് ഇതാണ് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. അന്നേരം അത് പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയുടെ കീഴിൽ ഇതൊന്നും സാധ്യമായിരുന്നില്ല. അന്നേരം ഇപ്പോൾ നമ്മളെ യേശുക്രിസ്തു തലയായിട്ടുള്ള ഇൻഡിവിജ്വൽ ബോഡിയായിട്ട് നമ്മളെ മാറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ബോഡി ആയിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ
കോർപ്പറേറ്റ് ആയിട്ട് ദൈവസഭ എന്ന ശരീരത്തിലെ അവയവങ്ങളായി മാറുന്നു. അന്നേരം ഇൻഡിവിജ്വലായിട്ടും നമ്മുടെ തല യേശുക്രിസ്തുവാണ്, കോർപ്പറേറ്റ് ബോഡിയുടെയും തല യേശുക്രിസ്തുവാണ്. അങ്ങനെ അവിടെയാണ് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോഴുള്ള അടുത്തൊരു പ്രാക്ടിക്കൽ എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് നടക്കുന്നത്. നമ്മൾ ഒരു ബോഡിയുടെ മെമ്പേഴ്സ് ആയിത്തീരുന്നു, നമ്മളൊരു ബിൽഡിങ്ങിന്റെ കല്ലുകളായിത്തീരുന്നു, നമ്മളൊരു ബ്രെഡിലെ പൊടിഞ്ഞു ചേർന്ന അംഗങ്ങളായിത്തീരുന്നു, നമ്മൾ ഒരു ബ്രൈഡായിട്ട് തീരുന്നു. നേരം ബോഡി, ബിൽഡിംഗ്, ബ്രെഡ് ആൻഡ് ബ്രൈഡ്, ഇത്രയും കാര്യങ്ങൾ രണ്ടാം ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ എഫക്റ്റ് ആയിട്ട് തന്നെ, ഇല്ലെങ്കിൽ നാം ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഇങ്ങനെ ആയിത്തീരാനായിട്ട് കഴിയുന്നു. ഇതെല്ലാം നമ്മൾ തിയറട്ടിക്കലി ആയിത്തീരുകയാണ് വീണ്ടും ജനിക്കുമ്പോൾ തന്നെ. എന്നാൽ പ്രാക്ടിക്കലി നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിത്തീരുന്നത്. ഇത് മുഴുവനും കൂടി വരുമ്പോഴാണ് ദൈവത്തിന്റെ ഹോൾ കൗൺസിൽ ആവുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലെ മൂപ്പന്മാരടുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ മനസ്സിലുള്ള അനാദി നിർണയം എന്ന് പറഞ്ഞിരിക്കുന്ന ആ കർത്താവിന്റെ ബോഡിയെ പറ്റിയുള്ള ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആവുന്നു. അതായത് ഈ കാര്യത്തിൽ ഞാൻ ആ ബോഡി എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങൾ എംഫസൈസ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് എന്നുള്ളതും ബ്രെഡ് എന്ന് പറയുന്നതും ബ്രൈഡ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള ചില ക്ലാസ്സുകളിലേക്ക് ദൈവസഭയെ പറ്റിയുള്ള ക്ലാസ്സുകൾ തന്നെ വിശദീകരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ ന്യൂ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിക്കുമ്പോൾ ബോഡി എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തു വ്യക്തിപരമായിട്ട് നമ്മുടെ തലയും ശരീരം എന്ന നിലയിൽ ദൈവസഭയുടെ തലയും ആണ് എന്നുള്ള ആ അതോറിറ്റി, ആ തല എന്നുള്ള പൊസിഷൻ യേശുക്രിസ്തു ആണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ വിശദീകരിക്കുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വിശദീകരിച്ചത്. അന്നേരം അത് ഒന്നുകൂടി മുമ്പോട്ട് കുറച്ചുകൂടി വിശദീകരിക്കാം. അന്നേരം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി ഇൻഡിവിജ്വലി ഈ കാര്യങ്ങളെല്ലാം നടന്നതിന്റെ ഫലമായിട്ട് നമ്മളുടെ തലയായിട്ട് യേശുക്രിസ്തു മാറുകയാണ്. അന്നേരം അത് പല വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 13:3 പറയുന്നു, 1 കൊരിന്ത്യർ 3:16 പറയുന്നു, 5:15 പറയുന്നു, 12:27 പറയുന്നു. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്നത് യേശുക്രിസ്തു നമ്മുടെ തലയും നമ്മൾ ഇൻഡിവിജ്വലി കർത്താവിന്റെ ശരീരമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണ്, നമ്മുടെ കൈ, നമ്മുടെ കാലുകൾ, ഇതെല്ലാം കർത്താവിന്റെ അവയവങ്ങളും കർത്താവിന്റെ ഇൻസ്ട്രുമെന്റ്സും ആയിത്തീരുകയാണ്. അതായത് ലോർഡ്ഷിപ്പ് കർത്താവ് ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി യേശുക്രിസ്തു നമ്മുടെ ലോർഡ്ഷിപ്പ് ഏറ്റെടുക്കുന്നതോടുകൂടി നമ്മുടെ ബോഡിയുടെ മേളിലുള്ള നമ്മുടെ റൈറ്റ് അതോടുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിന്, ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ളതാണ് ഇവരുടെ ഒരു മുദ്രാവാക്യം. ഈ ഫ്രീഡം, എല്ലാവരും ഇൻഡിവിജ്വലി നമ്മൾ ഫ്രീഡാണ്, എൻ്റെ ശരീരത്തിന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ മൈ ബോഡി മൈ ഫ്രീഡം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശരീരം എന്നുള്ളത് യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6:19 അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. അന്നേരം എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ കൈ കൊണ്ടും എൻ്റെ കാലുകൊണ്ടും എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ടുള്ള റൈറ്റ് നഷ്ടപ്പെടുന്നു. അന്നേരം ഫ്രീഡം എന്നുള്ളത് ലോയിൽ നിന്ന് ദൈവം നമ്മളെ ഫ്രീ ചെയ്തെങ്കിലും ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നതോടുകൂടി, ക്രിസ്തു നമ്മുടെ തലയായി തീരുന്നതോടുകൂടി തല നമ്മളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം അൾട്ടിമേറ്റ്ലി നമ്മുടെ അതോറിറ്റി കർത്താവായിട്ട് തരും. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ ആയിത്തീരുകയാണ്. അൾട്ടിമേറ്റ്ലി അതോറിറ്റിയും കർത്താവായി തീരുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ സബ്മിഷനും നമ്മുടെ തലയോടായിത്തീരുകയാണ് വ്യക്തിപരമായിട്ട്. നേരം അതോറിറ്റി നമ്മൾ കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരായിട്ട് വരുന്ന ഒരു നിർബന്ധത്തിലല്ല, ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിലാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും കർത്താവിനാൽ നയിക്കപ്പെടുന്നവരായും നടത്തപ്പെടുന്നവരായിട്ടും തീരുകയാണ്. അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്, ഞാൻ പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന് ലോർഡ്ഷിപ്പ് ഏറ്റെടുത്ത് കൊടുത്തിട്ട് കർത്താവിനാൽ ഡയറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ, കർത്താവ് നമ്മുടെ തലയായി തീരുമ്പോൾ, ഞാൻ പറഞ്ഞു സങ്കീർത്തനത്തിലെ ആ വാക്യത്തിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളൂ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഭയം കൂടാതെ യഥാർത്ഥത്തിൽ സന്തോഷകരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയും, നമ്മൾ ലോർഡ്ഷിപ്പ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. ഇത് അൾട്ടിമേറ്റ്ലി ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്പോസ്തലിക ഉപദേശമാണ്. യേശുക്രിസ്തു നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ നമ്മൾ രക്ഷിതാവായിട്ടല്ല സ്വീകരിക്കുന്നത്, നമ്മൾ കർത്താവായിട്ടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ലോർഡായി തീരുമ്പോഴേക്കും കർത്താവ് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനെയും മാറ്റിത്തരികയാണ്. എന്നിട്ട് ഞാൻ പറയട്ടെ, എല്ലാ പ്രശ്നത്തിൻ്റെയും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും, നമുക്കെല്ലാം പലതര പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്നുള്ളത് കർത്താവ് തലയായി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കർത്താവ് പൊസിഷനിൽ നിന്ന് മാറിപ്പോയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ
തലയാക്കുക എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഷുഡ് ഗെറ്റ് ദ പ്രീ എമിനൻസ്. അതാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എല്ലാറ്റിനും മുകളിലാകേണ്ടതിന്. അന്നേരം ഈ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇതാണ് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതൊരു തിയോളജിക്കൽ ക്ലീഷേ പോലെ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയായിട്ട് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. വളരെ സിമ്പിളാണത്. യേശു ക്രിസ്തുവിനെ തലയാക്കി വയ്ക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ മുഴുവൻ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം സ്വീകരിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുക. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടത്തിൽ ജീവിക്കുക. അതാണ് കർത്താവ് നമ്മളെ വ്യക്തിപരമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പീസ്ഫുൾ ലൈഫാണ്, വളരെ കംഫർട്ടബിൾ ലൈഫാണ്. നമ്മളുടെ സന്തോഷങ്ങൾ കവർന്ന് കളയുന്ന ഒരു ലോഡ്ഷിപ്പ് അല്ലത്. നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കർത്താവിൻ്റെ ലോഡ്ഷിപ്പിലേക്ക് വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഒരു ബോഡി ആയിത്തീരുന്നു. എന്നാൽ അങ്ങനെ നമ്മൾ കർത്താവിനെ അനുഗമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ചെയ്യുകയാണ്, ദൈവം ഒരു കാര്യം ചെയ്യാണ്, നമ്മളെ ഒരു ബോഡിയുടെ പാർട്ടായിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അന്നേരം അവിടെയും കർത്താവാണ് തലയെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. അതായത് ഇതിൻ്റെ ഇടയിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെയും നമ്മളുടെയും ഇടയിലേക്ക് ഒരു വ്യക്തിയും യേശുക്രിസ്തുവിനെ പോലെ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കരുത്. അങ്ങനെ ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ നഷ്ടപ്പെടുത്തുന്നവരാണ്, നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ ഡീഫ്രോഡ് ചെയ്യുന്നവരാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. കൊലോസ്യലേഖനം 2:18 പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുകയും രസിച്ച് സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഈ വിരുത് തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫ്രോഡ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെസ്സേജ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലിങ്ങനെ ഇരിക്കുന്നത്, ഡോണ്ട് ടോളറേറ്റ് പീപ്പിൾ ഹു ട്രൈ ടു റൺ യുവർ ഓൺ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് വ്യക്തികളെ നിങ്ങൾ അനുവദിക്കരുത്. ഇതിന്റെ വിശദീകരണം ഞാൻ മുമ്പോട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു നിങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ഒരാളെ അനുവദിക്കരുത്. അങ്ങനെ നിങ്ങളുടെ ഇടയിലേക്ക് കടക്കുന്ന വ്യക്തികൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് അവർ കടക്കുകയും നിങ്ങളെ ഡീഫ്രോഡ് ചെയ്യുന്നവരുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വിരുത് തെറ്റിക്കുന്നവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മളൊരു ചർച്ച് ബോഡിയുടെ പാർട്ടായി തീരുമ്പോഴും ആ ഹെഡ്ഷിപ്പ് മാറുന്നില്ല. ചർച്ച് ബോഡിയുടെയും ഹെഡ്ഷിപ്പ് കർത്താവ് തന്നെയാണ്. ഇതാരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ പിന്നെ മുമ്പോട്ട് വിശദീകരിച്ച് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സഭയുടെ എൽഡേഴ്സാണ് മനസ്സിലാക്കേണ്ടത്. അവർ മനസ്സിലാക്കേണ്ടത് അവിടെയും സഭയുടെയും തല ക്രിസ്തുവാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെയും തല ക്രിസ്തുവാണെന്നുള്ളതാണ്. അതാണ് കൊലോസ്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും 2ാം ഭാഗത്തേക്ക് പൗലോസ് വിശദീകരിക്കുന്നത്. ചർച്ചിന്റെ കൊലോസ്യലേഖനം 1:18 പറയുകയാണ്, ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ബോഡി, ദ ചർച്ച്. 1 കൊരിന്ത്യർ 12:12 വരുമ്പോൾ ആ തല ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികൾ, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവർ ചർച്ചിന്റെ ബോഡിയുടെ പാർട്ടായി തീരുമ്പോഴേക്കും അവിടെയും ആ ചർച്ചിനെയും ആ ബോഡി, ആ ടോട്ടൽ ബോഡിയിലെയും യേശു ക്രിസ്തു എന്ന തല നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുകയും അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്ട്രികൾ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. വ്യക്തിപരമായിട്ട് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. ആ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ അന്യോന്യം ബ്ലെസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മുടെ മിനിസ്ട്രികൾ യേശു ക്രിസ്തു തലയ നമ്മൾക്ക് വെളിപ്പെടുത്തരും. ഇതാണ് നിന്റെ ദൈവസഭയിലെ മിനിസ്ട്രി. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? കൊരിന്ത്യലേഖനം 12:12 റോമാലേഖനം 12 ഇതിന്റെ കണ്ടീഷൻ എഴുതുന്നുണ്ട്. നമ്മൾ മനസ്സ് പുതുക്കി, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മളുടെ സഭാ ജീവിതത്തിലും നമ്മളുടെ ബോഡി ഫങ്ഷൻ പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെമ്പർ ഫങ്ഷൻ നമ്മൾ തിരിച്ചറിയുകയും കർത്താവിന് നമ്മളെ ഉപയോഗിക്കാനായിട്ടും കഴിയും. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അന്നേരം ഒരു വ്യക്തിയുടെ ശുശ്രൂഷ ആരാണ് ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്? സഭയുടെ എൽഡേഴ്സ് അല്ല സഭയിലെ വിശ്വാസികളുടെ ശുശ്രൂഷ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. സഭയുടെ എൽഡേഴ്സും സഭയും ആ വിശ്വാസിയുടെ ശുശ്രൂഷ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്.
ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. തലയാണ് ശുശ്രൂഷയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ശുശ്രൂഷകൾ പറയുമ്പോൾ അത് ദൈവം ദൈവസഭയിൽ ഓരോരുത്തരെ ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12 പറഞ്ഞതാണ്, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായിട്ട് വെച്ചിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. അന്നേരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും പലരും അവരവരുടെ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയുന്നത് ചിലരുടെ പ്രഷർ കാരണമാണ്. അതാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ തലയുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടാണ് പ്രഷർ ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പ്രഷർ ഞാൻ കാണുന്നത് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള കോളിംഗ് ആണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഷറാണ്. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് വേറൊരാളെ പ്രഷർ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ പ്രഷർ ചെയ്യരുത്. അത് ഒരു വ്യക്തിക്കും അങ്ങനെ പ്രഷർ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. കാരണം ശുശ്രൂഷ തലയാണ് തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ ശുശ്രൂഷയാണ്. സുവിശേഷ വേല പോലെ തന്നെ പ്രാധാന്യമുള്ള ശുശ്രൂഷയാണ് വേറെ ഏത് ബോഡിയിലെ ശുശ്രൂഷയും. ഒരു ശുശ്രൂഷയേക്കാൾ കൂടിയതോ കുറഞ്ഞതോ അല്ല. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചിരുന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നത്, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു. അത് ചിലപ്പോൾ കൂടുതൽ പ്രയോജനപ്പെടുന്നുണ്ടായിരിക്കാം ദൈവസഭയിലെ ബോഡിക്ക്, പക്ഷെ അത് പ്രയോജനപ്പെടുന്നതാണെങ്കിലും കുറവാണെങ്കിലും ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും ഒരു പ്രഷർ കേട്ടുകൊണ്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് എന്നതല്ല ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. അതേസമയം തന്നെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. നിങ്ങൾ തലയിൽ നിന്ന് കേൾക്കാൻ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയില്ല നിങ്ങൾ ചിന്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ശുശ്രൂഷയുടെ പ്രഷർ കാരണം, ഇല്ലെങ്കിൽ കോളിങ് കാരണം ചാടി ഇറങ്ങി ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകും. രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിഷ്ഫലമായിട്ടുള്ള കാര്യമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ പലരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പ്രഷർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കോളിങ് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് അത് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സുവിശേഷകനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ഫെയിലർ ആയി തരും. കാരണം ദൈവം എന്നെ അതിനുവേണ്ടി വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവനെ പഠിപ്പിക്കാനായിട്ടാണ്. അന്നേരം ഞാൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഡെഡിക്കേറ്റഡ് ആയിരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് അവൈലബിൾ ആയിരിക്കേണ്ടത്. ദൈവം പറഞ്ഞ മെസ്സേജ് ദൈവം പറയേണ്ടിടത്ത് പറയുന്ന സമയത്ത് പറയാനായിട്ട് ഞാൻ അവൈലബിൾ ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ. അന്നേരം ഈ രീതിയിലാണ് ഓരോ ബോഡിയിലെ ഓരോ മെമ്പേഴ്സും നിൽക്കേണ്ടത്. അന്നേരം ദൈവസഭയുടെ തല ക്രിസ്തു ആയതുകൊണ്ട് തലയാണ് മെമ്പേഴ്സിനെ ആ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതും ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതും. എന്നാൽ ദൈവസഭയുടെ എൽഡേഴ്സ് എന്ത് ചെയ്യണം? അത് റെക്കഗ്നൈസ് ചെയ്യുകയും അവരെ എക്വിപ്പ് ചെയ്യുകയും വേണം. തലയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവർ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യണം. തലയുടെ സ്ഥാനം ഏറ്റെടുക്കരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വിശദീകരിച്ചു, ലോഡിങ് ഓവർ ചെയ്യുകയോ മൈക്രോ മാനേജ്മെന്റ് ചെയ്യുകയോ അവർക്ക് പകരമായിട്ട് മിനിസ്ട്രി ചെയ്യുകയോ അവരെ ചില മിനിസ്ട്രികൾക്ക് വേണ്ടിയിട്ട് അവരെ പുഷ് ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം അവർക്ക് അവരവരുടെ മിനിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മിനിസ്ട്രി ചെയ്യാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വിശ്വാസികൾ എക്വിപ്ഡ് ആകുമ്പോൾ, അവരുടെ ശുശ്രൂഷ അവർ മനസ്സിലാകുമ്പോൾ, അവർ ദൈവസഭയിലേക്ക് അവർ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുകയും അങ്ങനെ ദൈവസഭ ബിൽഡപ്പ് ആവുകയും അങ്ങനെയുള്ള സഭകൾ ഒരു സ്ട്രോങ് സഭകളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ബോഡിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയിൽ ദൈവം ചില അപ്പോയിൻമെന്റുകൾ നിയമിച്ചിരിക്കുന്നു. ആ അപ്പോയിൻമെന്റുകൾ എന്നുള്ളത് തലയ്ക്ക് പകരമായിട്ടുള്ള ശുശ്രൂഷയല്ല, തലയിൽ തന്നെയുള്ള മെമ്പേഴ്സാണ്. എന്നാൽ അവർക്ക് സ്പെസിഫിക്സ് ആയിട്ടുള്ള ചില അപ്പോയിൻമെന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം അതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ, അന്നേരം രണ്ടാം ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവസഭയുടെ തല ക്രിസ്തു ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ദൈവസഭ ദൈവത്തിൻ്റെതാണ്. ദ ബോഡി, ചർച്ച് ബോഡി ബിലോങ്സ് ടു ക്രൈസ്റ്റ്. നമ്മുടെ ഇൻഡിവിജ്വൽ ബോഡി യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന പോലെ തന്നെ ചർച്ച് ബോഡിയും ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കണം. ചർച്ച് ബോഡി ഒരിക്കലും നമ്മളുടേതല്ല, സഭയുടെ എൽഡേഴ്സുമല്ല. അന്നേരം ഇതൊരു ഡേഞ്ചറാണ്. അത് പലപ്പോഴും നമ്മൾ ഞാൻ എന്താണ് ഈ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാർക്ക് വന്നില്ലെങ്കിൽ പലപ്പോഴും ഉള്ള മിസ്റ്റേക്കുകൾ ഞാൻ വ്യക്തിപരമായിട്ട് പലയിടത്തും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു. ദൈവസഭ നമ്മുടേതല്ല. കർത്താവ് മാത്രമേ ഞാൻ എൻ്റെ സഭ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോസ്തലന്മാർ എപ്പോഴും പറയുമ്പോൾ അവിടെ ക്ലിയർ കൺസിസ്റ്റന്റ്ലി പറയാനായിട്ട് ശ്രമിച്ചു, എല്ലായിടത്തും സഭ ദൈവത്തിൻ്റെതാണെന്ന് പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20:28 പറഞ്ഞിരിക്കുകയാണ്, ദൈവം തൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. മത്തായിയുടെ സുവിശേഷം 16:18 യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. യോഹന്നാന്റെ സുവിശേഷം 21:17 പത്രോസിനെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ പത്രോസിൻ്റെ അടുത്ത് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇത് ഓർത്തുകൊണ്ട് പത്രോസ് മൂപ്പന്മാരുടെ അടുത്ത് ലെറ്റർ എഴുതുമ്പോൾ പത്രോസ് പറയാണ്, ദൈവത്തിൻ്റെ ആടുകളെ മേയ്ക്കുക. അന്നേരം അപ്പോസ്റ്റോലിക് ടീച്ചിങ്ങിലെ കൺസിസ്റ്റൻസി അവിടെ നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും അത് മനസ്സിലാക്കുന്ന സഭയുടെ എൽഡേഴ്സ് ഒരിക്കലും അവരിലേക്ക് വിശ്വാസികളെ അറ്റാച്ച് ചെയ്യുകയില്ല, അവരിലേക്ക് വലിക്കുകയില്ല. അതിനു പകരം യേശുക്രിസ്തുമായിട്ട് കണക്ട് ചെയ്യുകയും യഥാർത്ഥത്തിൽ അവരുടെ മിനിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി ചർച്ചിനെ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യും. ഇത് എൽഡേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അന്നേരം നമ്മളുടെ കാര്യം മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങളിൽ, ഇപ്പം
കൊരിന്ത്യലേഖനത്തിൽ ഞാൻ പറഞ്ഞു, കൊരിന്ത്യലേഖനത്തിൽ വ്യക്തിപരമായിട്ട് വ്യക്തികളുടെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ കർത്താവ് വില കൊടുത്തു വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം പത്രോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തു വിലയേറിയ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തു എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളെ വീണ്ടെടുത്തതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതേപോലെ തന്നെ ഇതേ വാക്കാണ് അപ്പോസ്തലനായിട്ട് പൗലോസ് എഫേസ്യ സഭയിലെ എൽഡേഴ്സിനെ വിളിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. അതായത് രണ്ട് രീതിയിലും ഓണർഷിപ്പ് ദൈവത്തിൻ്റെതാണെന്നാണ് ഞാൻ വിശദീകരിച്ചത്. ഇതൊരു അടിസ്ഥാന ഉപദേശമാണ്. ഇത് ഒരിക്കലും തെറ്റാനായിട്ട് പാടില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തലയും യേശുക്രിസ്തുവാണ്, നമ്മുടെ വ്യക്തിപരമായിട്ട് ഓണറും യേശുക്രിസ്തുവാണ്, നമ്മളല്ല, യേശുക്രിസ്തുവാണ്. സഭയുടെ ഓണറും യേശുക്രിസ്തുവാണ്, സഭയുടെ തലയും ക്രിസ്തുവാണ്. ഈ അടിസ്ഥാനം മനസ്സിലായില്ലെങ്കിൽ, ഈ അടിസ്ഥാനത്തിൽ നിന്ന് ദൈവസഭ മാറിപ്പോകുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രോബ്ലം വരാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പല സഭകളിലും കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ആത്മാർത്ഥതയോടെ കർത്താവിനെ സേവിക്കുന്ന പലരും അവരിലേക്ക് ദൈവസഭ അറ്റാച്ച് ചെയ്യാറുണ്ട്. അന്നേരം രണ്ട് രീതിയിലുള്ള പ്രോബ്ലം വരും. ഒന്ന്, ആ ദൈവസഭയുടെ എൽഡേഴ്സ് ഈ ട്രൂത്ത് മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവസഭയുടെ എൽഡേഴ്സ് ദൈവസഭയുടെ തലയാകാനായിട്ട് ശ്രമിക്കും. അവരിലേക്ക് വ്യക്തികളെ അറ്റാച്ച് ചെയ്യും. ദൈവസഭയെ റൂൾ ചെയ്യാനായിട്ടും ഡോമിനേറ്റ് ചെയ്യാനായിട്ടും ലോഡിങ് ഓവർ ചെയ്യാനായിട്ടും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും സ്ഥാനം അവർ ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളുടെ വിരുദ് തെറ്റിക്കുന്നവരായിട്ട് അവർ മാറും. അവർ ചിലപ്പോൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല, പക്ഷേ ഇൻ എഫക്റ്റ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഡീഫ്രോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശ്വാസികൾ ഇത് മറന്നു പോവുകയാണെങ്കിൽ, വിശ്വാസികൾ രണ്ട് ട്രൂത്തുകൾ മറന്നു പോവുകയാണെങ്കിൽ, നമ്മുടെ തല യേശുക്രിസ്തു ആണെന്നുള്ളതും ദൈവസഭയുടെ തല യേശുക്രിസ്തു ആണെന്നുള്ളതും മറന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസികൾ യേശുക്രിസ്തുവിനാൽ ഡയറക്റ്റ് ചെയ്യപ്പെടാത്ത ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയി തീരും. ഇല്ലെങ്കിൽ ഇവർ വ്യക്തികളിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി തീരും. പല കൾട്ടുകളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഒരു ഡിസേൺമെന്റ് ഇല്ലാതെ, യേശുക്രിസ്തുവിനാൽ കണക്റ്റഡ് അല്ലാത്ത ബിലീവേഴ്സ് വ്യക്തികളിലേക്ക് അറ്റാച്ച്ഡ് ആവും. വ്യക്തികളിലേക്ക് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ വ്യക്തികൾ അവരെ നിയന്ത്രിക്കുക. അത് അങ്ങനെയാണ് കൾട്ടുകൾ ഉണ്ടായത്. ഇതിന് ഡ്യുവൽ എഫക്റ്റ് ആണുള്ളത്. ഈ ഫൗണ്ടേഷൻ മാറിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് രണ്ടാം ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ക്രിസ്തുവാണ് തല, സഭയുടെ തലയും ക്രിസ്തുവാണ്, വ്യക്തിപരമായിട്ട് വ്യക്തികളുടെയും തല ക്രിസ്തുവാണ്. വ്യക്തികൾ യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതാണ്, സഭ യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലെ സബ്മിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എടുത്തുള്ളൂ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ട്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത്, ഞാൻ കഴിഞ്ഞ റെക്കോർഡിംഗ് മിസ് ആയിട്ടുള്ള മെസ്സേജിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്, ഈ ഫൗണ്ടേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയും സബ്മിഷൻ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവും. ഈ അടിസ്ഥാനം നമ്മൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിലെ അതോറിറ്റിയും സബ്മിഷനും ശരിക്കും ഒരു കൾട്ടിസ്റ്റിക് അതോറിറ്റിയും കൾട്ടിസ്റ്റിക് സബ്മിഷനുമായി തീരും. ഇല്ലെങ്കിൽ ഒരു വ്യക്തിവാധിഷ്ഠിത സഭയും വ്യക്തികളിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്ന വിശ്വാസിയുമായി തീരും. എന്നാൽ ഈ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയും, യേശുക്രിസ്തുവിന്റെ അതോറിറ്റി അല്ല, ആ പ്രൈമറി അതോറിറ്റി അല്ലാതെ സെക്കൻഡറി അതോറിറ്റിയും സെക്രട്ടറി സബ്മിഷനും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ തല യേശുക്രിസ്തുവാണ്, സഭയുടെയും തല യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തല ക്രിസ്തുവാണ്, ഞാൻ ആർക്കും കീഴടങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ ആരിലും ഡിപ്പെൻഡഡ് അല്ല, കർത്താവിൽ മാത്രമേ ഞാൻ ഡിപ്പെൻഡഡ് ആകുന്നുള്ളൂ എന്ന് ദൈവം പഠിപ്പിക്കുന്നില്ല. ഇതുകൂടി കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹോൾ പിക്ചർ കിട്ടത്തുള്ളൂ. അന്നേരം ആദ്യത്തെ ഭാഗത്തെ ആ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുക്രിസ്തു തലയായിരിക്കുന്ന വിശ്വാസികളുടെയും യേശുക്രിസ്തു തലയായിരിക്കുന്ന സഭയിലും വിശ്വാസികൾ തമ്മിൽ മ്യൂച്വൽ സബ്മിഷനും വിശ്വാസികൾ ദൈവസഭയുടെ എൽഡേഴ്സിനും സബ്മിറ്റ് ആയിരിക്കണമെന്ന് ദൈവം പഠിപ്പിച്ചിരിക്കുന്നു. അന്നേരം അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ബോഡി ഇന്റർ കണക്റ്റഡുമാണ്, ഇന്റർ ഡിപ്പെൻഡന്റുമാണ്. ഈ ഇന്റർ കണക്ഷനും ഇന്റർ ഡിപ്പെൻഡൻസും ഏറ്റവും വ്യക്തമായിട്ട് കൊരിന്ത്യലേഖനം 12 അധ്യായത്തിന്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചുകൊണ്ട് ഞാനത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചില്ലെങ്കിൽ എൻ്റെ വേറെ ചില മെസ്സേജുകളിൽ ഇത് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അന്നേരം അവിടെ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഓരോരുത്തർക്കും അന്യോന്യം ആവശ്യമുണ്ട് എന്നുള്ളത് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു അവയവം പോലും വേറൊരു അവയവത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൂടിയതോ ഇമ്പോർട്ടൻസ് കുറഞ്ഞതോ അല്ല. ഇത് മനസ്സിലാക്കി അന്യോന്യം
എല്ലാവരും തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം, അന്യോന്യം ഡിപ്പെൻഡഡ് ആയിരിക്കണം, അന്യോന്യം വേദനകളെ ചുമക്കണം, അന്യോന്യം സന്തോഷത്തെ ഷെയർ ചെയ്യണം. ഇതാണ് കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. അന്യോന്യം ഡിപ്പെൻഡഡ് ആണെന്ന് മാത്രമല്ല, അന്യോന്യം സബ്മിറ്റഡുമായിരിക്കണം ദൈവം പഠിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 5:20 1 പത്രോസ് 5:5 അവിടെ രണ്ടിടത്തും പറഞ്ഞിരിക്കുകയാണ്, സബ്മിറ്റ് ടു ഈച്ച് അതർ, ഓൾ ഓഫ് യു ബി സബ്മിസീവ് ടു ഈച്ച് അതർ. നിങ്ങൾ അന്യോന്യം കീഴ്പ്പെടണം. രണ്ടിടത്തും ദൈവസഭയിലെ അതോറിറ്റി പറയുന്നിടത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എൽഡേഴ്സിന്റെ അതോറിറ്റി പറയുന്നതിന്റെ കൂടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസികൾ അന്യോന്യം സബ്മിറ്റ് ചെയ്യാതിരിക്കണം. അന്നേരം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ശരിക്കും നമ്മളൊരു ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്, നമ്മുടെ ഇൻഡിവിജ്വൽ ജീവിതത്തിൽ ക്രൂശിന്റെ വർക്ക് നടക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് നമ്മളൊരു ബോഡിയിൽ സബ്മിസീവ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ആർക്കും കണക്ട് ആവാതെ ഇരിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ക്രൂശിന്റെ വർക്ക് നടക്കുന്നില്ല എന്നുള്ളതിന് അർത്ഥം. അതല്ലേ, നമ്മളുടെ ഒരു കല്ല് ഒരു ബിൽഡിങ്ങിലേക്ക് എങ്ങനെയാണ് ചേരാതിരിക്കുന്നതിന്റെ കാര്യം അവിടെ ആ കല്ലിന് കറക്റ്റായിട്ട് ചെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ, എപ്പോഴും ഒരു കല്ല് മുഴച്ചിരിക്കും. ഒരു ബ്രെഡിൽ എങ്ങനെയാണ് ഒരു ഗോതമ്പ് കഷ്ണം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? ആ പൊടിഞ്ഞു ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ബോഡിയിൽ എങ്ങനെയാണ് ഒരവയവം മുഴച്ചോ ഇല്ലെങ്കിൽ ബാക്കി ബോഡിയുടെ ആ ഒരു റിതത്തിൽ നിന്ന് മാറി വർക്ക് ചെയ്യുന്നത്? ആ ബോഡി തലയ്ക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ ആ മെമ്പർ തലയ്ക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അന്നേരം വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി, ഞാൻ വിശ്വസിക്കുന്നു, ക്രൂശിന്റെ വർക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ബോഡിയിൽ ഇന്റർ ഡിപ്പെൻഡഡും ഇന്റർ സബ്മിസീവുമായിരിക്കും. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോഡിയുടെ പാർട്ടായിട്ട് തീർന്നിട്ടില്ല. ഇന്ന് പല സഭകളിലും പിളർപ്പുകളാണ് നമ്മൾ കാണുന്നത്. സഭ പിളർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ പറയായിരുന്നു, കുവൈറ്റിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു ചർച്ച് 4-5 ആയിട്ട് പിളർന്നാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്കറിയില്ല, ഞാൻ ഇതിനൊന്നും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ എല്ലാം പ്രോബ്ലം എവിടെയാണ് നടക്കുന്നത്, ആ കോർ ക്രൂശിന്റെ മെസ്സേജ് നഷ്ടപ്പെടുന്നു. അതുവഴി എങ്ങനെയാണ് ദൈവസഭയെ ദൈവം ബിൽഡ് ചെയ്യുന്നുള്ള ആ പിക്ചർ നഷ്ടപ്പെടുന്നു. ഈ പിക്ചർ എൽഡേഴ്സിനും വിശ്വാസികൾക്കും ഒരേപോലെ ഉണ്ടാകുമ്പോൾ ആ ചർച്ച് ഒരു ബോഡിയായിട്ട് ബിൽഡ് ചെയ്യപ്പെടും. ആ ചർച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അതൊരിക്കലും ശിഥിലമായി പോവുകയില്ല. അല്ലേ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു 150 ഇഷ്ടിക കൂട്ടിക്കിടക്കുകയാണ്, ചുമ്മാ ഇട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ആ 150-ൽ 100 ഇഷ്ടികയേ ഉള്ളൂ. കാരണം എന്താണ്? ഈ ഇഷ്ടികകൾ ഒരു ബിൽഡിംഗ് ആയിട്ട് പണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകത്തില്ല. ആ ബിൽഡിങ്ങിൽ പിന്നീടും ചെത്തുകലും വെടിപ്പാക്കലും പണികളും നടന്നുകൊണ്ടിരിക്കും, പക്ഷെ അത് കണക്റ്റഡ് ആയിരിക്കും. അന്നേരം ദൈവസഭയിൽ കറക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസഭ ഒരിക്കലും ശിഥിലമാവുകയില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ബോഡിയെ പറ്റിയുള്ള പിക്ചർ എൽഡേഴ്സിനും ദൈവസഭയിലെ മെമ്പേഴ്സിനും കിട്ടിയ. ഓക്കെ, ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ് അന്നേരം കഴിഞ്ഞ വെച്ചാൽ. അന്നേരം ഇങ്ങനെ ഇന്റർ കണക്റ്റഡും ഇന്റർ സബ്മിസീവും ആയിരിക്കുന്ന ദൈവസഭയിൽ അന്യോന്യം കറക്ഷനും മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി സബ്മിസീവ് ആയിരിക്കും ദൈവസഭയിലെ ബോഡി. അൾട്ടിമേറ്റ് അതോറിറ്റി തലയാണെങ്കിലും അതിന്റെ സെക്കൻഡറി സബ്മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അത് മ്യൂച്വലുമാണ്. അന്നേരം മ്യൂച്വലായിട്ടുള്ള സബ്മിഷൻ ഉണ്ടാവുമ്പോൾ മ്യൂച്വലായിട്ടുള്ള കറക്ഷനും ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 18:15 അവിടെയും പറഞ്ഞിരിക്കുന്ന എൽഡേഴ്സിന്റെ കറക്ഷൻ അല്ല, എൽഡേഴ്സ് കറക്റ്റ് ചെയ്യുന്നതല്ല. ഒരു വിശ്വാസി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സഹോദരൻ ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സഹോദരനെ വ്യക്തിപരമായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതിന് ആ കറക്ഷൻ ഏറ്റെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി മറ്റേ സഹോദരനുമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു സഹോദരൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സൗമ്യതയാത്മാവിൽ നീ പോയി അവനെ കറക്റ്റ് ചെയ്യുക. യാക്കോബ് പറയാണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ അവന്റെ പ്രാണനെ നേടി എന്ന് പറയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ യാക്കോബ് തന്നെ പറയാണ്, അന്യോന്യം പാപങ്ങളെ ഏറ്റു പറയാ. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ആ ബോഡിയുടെ മ്യൂച്വൽ സബ്മിഷനും മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റിയുമാണ്. അന്നേരം അത് എപ്പോഴും ഒരു ബോഡിയിൽ അത് അങ്ങനെയാണ്. അങ്ങനെ ആവാൻ താല്പര്യമില്ലാത്ത വിശ്വാസികളാണ് പലപ്പോഴും ഇൻഡിവിജ്വൽ വിശ്വാസികളായിട്ട് യേശുക്രിസ്തു എൻ്റെ തലയാണ്, യേശുക്രിസ്തുവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നു പറഞ്ഞത്. യേശുക്രിസ്തു നിങ്ങളുടെ തലയാണെങ്കിൽ, യേശുക്രിസ്തുവിനാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യേശുക്രിസ്തു തന്നെ തലയായിരിക്കുന്ന ഒരു ബോഡിയിൽ അതിലുള്ള അവയവങ്ങൾക്ക് മ്യൂച്വലായിട്ട് നിങ്ങൾ കീഴടങ്ങും, മ്യൂച്വലായിട്ട് നിങ്ങൾ ആ കറക്ഷൻ സ്വീകരിക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞിരുന്നു, ഇതെല്ലാം ഒരു പ്രോപ്പർ ബോഡി ഫംഗ്ഷൻ നടക്കുന്ന ഒരു സഭയിലെ നടക്കത്തുള്ളൂ. പെർഫെക്റ്റ് ബോഡി ഫംഗ്ഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രോപ്പർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യഥാർത്ഥ മെസ്സേജ് കൺവേ ചെയ്യുകയും ആ മെസ്സേജ് ിലേക്ക് ആൾക്കാർ ബിൽഡ് ചെയ്യപ്പെടുകയും ഒരു സഭയിൽ അത് പെർഫെക്റ്റ് അല്ലെങ്കിലും ഈ വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സഭ ബിൽഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അന്നേരം ഇന്റർ കണക്ടറാണ്, ഇന്റർ ഡിപ്പെൻഡറാണ്, അന്യോന്യം സബ്മിസീവാണ്, അന്യോന്യം കറക്ഷൻ ഏറ്റെടുക്കുകയും കറക്റ്റ് ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരു ദൈവസഭയിലാണ് യഥാർത്ഥത്തിലുള്ള മ്യൂച്വലായിട്ടുള്ള ശുശ്രൂഷയും മ്യൂച്വലായിട്ടുള്ള എക്സോർട്ടേഷനും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അന്യോന്യം എന്നുള്ളതാണ് ദൈവസഭയുടെ
ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വൺ സൈഡഡ് അല്ല. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ ആ സഭയിൽ തന്നെ ദൈവം എൽഡേഴ്സിനെ വെച്ചിരിക്കുന്നു. ഈ മ്യൂച്വൽ അതോറിറ്റിയുടെ മുകളിലേക്ക് തന്നെ ഒരു എൽഡേഴ്സിൻ്റെ അടുത്തുള്ള സബ്മിഷനും എൽഡേഴ്സിനെ ബഹുമാനിക്കണമെന്നും അവർക്ക് കേട്ടങ്ങിയിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഈ വാക്യങ്ങൾ ഞാൻ എടുത്താണ്. അവര് മെമ്പേഴ്സാണ്, അവർ തല അല്ലെങ്കിൽ പോലും തലയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് തന്നെ ദൈവസഭയിൽ ദൈവം കൊടുത്തിരിക്കുന്ന അപ്പോയിൻമെന്റ് ആണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ചില എക്സാമ്പിൾ വരെ പറഞ്ഞിരുന്നു. അബ്സല്യൂട്ട് അതോറിറ്റി തലയാണെങ്കിലും സെക്കൻഡറി അതോറിറ്റി നമ്മുടെ ബോഡിയിൽ തന്നെയുണ്ട്. കണ്ണിന് ചില കാര്യങ്ങൾ മുമ്പോട്ട് കാണാനായിട്ട് കഴിയും. കണ്ണിനും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കീഴ്പ്പെടുകയാണ്. അതുകൊണ്ടാണ് ദൈവസഭകള് എൽഡേഴ്സിനെ ഓവർസിയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് നോക്കി കാര്യങ്ങൾ കണ്ടുകൊണ്ട് വാൺ ചെയ്യാനായിട്ട്, സഭയെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പൗലോസ് അതാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരുന്നു എന്നുള്ളത് പൗലോസിന് മുൻകൂട്ടി കാണാനായിട്ട് കഴിഞ്ഞു. അന്നേരം ദൈവസഭയുടെ എൽഡേഴ്സ് ചിലപ്പോൾ, ഞാനൊരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ്, ചിലപ്പോൾ അവർ കണ്ണുപോലെ ആയിരിക്കാം, ചിലപ്പോൾ അവർ ചെവി പോലെ ആയിരിക്കാം. അങ്ങനെ ആ ബോഡിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ദൈവം പഠിപ്പിക്കുന്നു. അവരെ ബഹുമാനിക്കാനായിട്ട് പറയുന്നു, അവർക്ക് കീഴടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവനും പഠിപ്പിക്കും. അന്നേരം ഈ ഫസ്റ്റ് ദൈവത്തിന്റെ ആ അൾട്ടിമേറ്റ് അതോറിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവസഭയിലെ മ്യൂച്വൽ അതോറിറ്റിയും മ്യൂച്വൽ സബ്മിഷനും മ്യൂച്വൽ കറക്ഷനും അതോടൊപ്പം തന്നെ ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയും വെച്ചിരിക്കും. ദൈവം പല അതോറിറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ദൈവം ലോകത്തിൽ അതോറിറ്റീസ് വെച്ചിട്ടുണ്ട്, ദൈവം ഭവനത്തിൽ അതോറിറ്റീസ് വെച്ചിട്ടുണ്ട്, ദൈവം ദൈവസഭയിൽ അതോറിറ്റി വെച്ചിട്ടുണ്ട്, പലയിടത്തും ദൈവം അതോറിറ്റീസ്. ഈ അതോറിറ്റി എല്ലാം കണ്ടീഷണൽ അതോറിറ്റീസ് ആണ്, അൾട്ടിമേറ്റ് അതോറിറ്റീസ് അല്ല. എങ്കിൽ പോലും അതെല്ലാം ദൈവം വെച്ചിരിക്കുന്നത് നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസഭയായിട്ട് ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനുമായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ അതിൻ്റെ ആദ്യത്തിലേക്ക് പോട്ടെ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. യേശു ക്രിസ്തു നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂസിൻ്റെ മെസ്സേജ് മാറുമ്പോഴേക്കും ഈ ബോഡി ഫംഗ്ഷൻ മാറിയിട്ട് ഒരു ഓർഗനൈസേഷനായിട്ട് ഇത് മാറുകയാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞാണ്. ഇത് എത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ ഈ സമയം മുഴുവൻ ഞാനെടുത്ത് ഒരു റീക്യാപ്പ് പോലെ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്നൊരു ഡിക്ലൈനേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ദൈവസഭകൾ ആ രീതിയിൽ അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നേരം ഇന്ന് ഞാൻ മുമ്പോട്ട് പറയാനായിട്ട് അടുത്ത കുറച്ച് സമയം കൂടി പറയാനായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എങ്ങനെയാണ് ഈ ഡിക്ലൈനേഷൻ നടന്നത്? അന്നേരം ഞാൻ പറഞ്ഞു, എവിടെയാണ് ഈ കാര്യങ്ങളുടെ സെന്റർ എവിടെയാണ് നിൽക്കുന്നത്? ഈ സെന്റർ ക്രൂശിന്റെ വചനത്തിലാണ്. അന്നേരം ഈ ക്രൂശിന്റെ വചനത്തിൽ നിന്ന് ആൾക്കാർ ഡിപ്പാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഡീവിയേഷനും ഡിറ്റ്യൂറിയേഷനും തുടങ്ങും. നമ്മൾ ഈ ക്രൂശിന്റെ വചനം യഥാർത്ഥത്തിൽ അപ്പോസ്റ്റലന്മാരുടെ അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, പത്യോപദേശം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, അപ്പോസ്റ്റലന്മാരിൽ കൂടി യേശു ക്രിസ്തു സഭയ്ക്ക് കൈമാറിയ ആ മെസ്സേജ് ആയിരുന്നു. നമ്മൾ അപ്പോസ്തോലിക കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു മെസ്സേജ് ഡിറ്റ്യൂറിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി, നമ്മൾ ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലഘട്ടം വെച്ചിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എഴുതുന്ന ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനങ്ങളാണ്. 3 ലേഖനങ്ങളാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അവിടെ വരുമ്പോഴാണ് ഈ ദൈവസഭയുടെ ഒരു അപ്പോസ്തോലിക കാലഘട്ടത്തിന്റെ അവസാനം നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. അവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ക്രൂശിന്റെ മെസ്സേജ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് തുടങ്ങുകയും ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തതാണ്. അതായത് ഏറ്റവും അവസാനത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ എന്ന് പറയുന്നത് 3 യോഹന്നാനാണ്. അന്നേരം 3 യോഹന്നാന്റെ മുമ്പ് തന്നെ 1 യോഹന്നാൻ 2 യോഹന്നാനിലൊക്കെ യോഹന്നാൻ ഈ ഒരു എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവസഭയിലേക്ക് കടക്കുന്നു എന്നുള്ളതിനെ പറ്റി വാൺ ചെയ്തിട്ട് 3 യോഹന്നാൻ എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്. അന്ന് എടുത്ത് വായിക്കാനായിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ യോഹന്നാന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത്. അതായത് AD 90s ഈ യോഹന്നാന്റെ ലേഖനങ്ങളൊക്കെ വരുന്നത്. നേരം അവിടെ പറയുന്നത്, സഭയ്ക്ക് ഞാൻ 3 യോഹന്നാൻ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ഒരധ്യായമുള്ള അതിന്റെ 9-ാമത്തെ വാക്യം പറയാണ്, സഭയ്ക്ക് ഞാൻ എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രോഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഹു ലവ്സ് ടു ബി പ്രീഎമിനന്റ് എന്നാണ് പറയുന്നത്. ഐ റോട്ട് സംതിങ് ടു ദ ചർച്ച് ബട്ട് ദിയോഫ്രസ് ഹു ലവ്സ് ടു ബി ഫസ്റ്റ് എമംഗ് ദം ഓർ പ്രീഎമിനന്റ് ടു റിസീവ് പ്രീഎമിനൻസ് ഡു നോട്ട് അക്സെപ്റ്റ് വാട്ട് വി സേ. അന്നേരം നമ്മൾ ഈ പ്രീഎമിനൻസ്, സഭയിൽ ഒന്നാകാനാവാനായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റ്, അതൊരു ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെത്താൻ ഉയർത്തുന്നവൻ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ആ സ്പിരിറ്റ് സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെയാണ് ദൈവം സഭയ്ക്ക് തലയായിട്ട് വെച്ചിരിക്കുന്നത്. സഭയുടെ എൽഡേഴ്സ് ഈക്വലായിട്ട് തന്നെ ആ തലയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് സഭയെ പരിപാലിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ബോഡി സ്ട്രക്ചറിൽ ദൈവം വെച്ചിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വിശദീകരിച്ചതുപോലെ. എന്നാൽ അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും
ഇതിൻ്റെ ഒരു ഡിറ്റീറിയേഷൻ്റെ ഒരു എഫക്റ്റ് അവസാനമാകുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ടാണ് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആതിരിയാത്ത കൊടിയ നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുകയും അവർ തങ്ങളിലേക്ക് വിശ്വാസികളെ വലിച്ചു കൊണ്ടുപോവുകയും അവർ തലയായി തീരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് അപ്പോസ്തല കാലഘട്ടത്തിന്റെ അവസാനമാകുമ്പോഴേക്കും കാണാൻ കഴിയും. ഏറ്റവും അവസാനത്തെ ലേഖനമെന്നല്ല, ഒരു പുസ്തകം എന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകമാണ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു മെസ്സേജ് പറഞ്ഞാണ്. അന്നേരം വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്, ഈ 7 സഭകൾക്ക് 7 ലേഖനങ്ങൾ ശരിക്കും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഭകൾക്കുള്ള ലേഖനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെ ഒരു 7 ലേഖനങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് യോഹന്നാനിൽ കൂടി യേശുക്രിസ്തു പറയുന്നു. ഞാൻ മനസ്സിലാക്കണം, ആദ്യം 7 ലെറ്ററുകളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ലെറ്ററുകളെ കാര്യമല്ല ഞാൻ പറയുന്നത്, സഭയ്ക്ക് എഴുതിയിരിക്കുന്ന 7 ലെറ്ററുകൾ. വെളിപാട് പുസ്തകത്തിലും സഭയ്ക്ക് എഴുതുന്ന 7 ലെറ്ററുകളുണ്ട്. ഇത് തമ്മിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. 2 ലെറ്ററുകളുടെയും സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 7 ലെറ്ററുകളിൽ 5 ലെറ്ററുകളും ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ്. ആ സഭയെ എൻകറേജ് ചെയ്തുകൊണ്ടും സഭയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും എഴുതുന്നതാണ്. 2 ലെറ്ററുകൾ മാത്രമേ സഭയ്ക്കൊരു സ്ട്രോങ് കറക്ഷനായിട്ട് എഴുതുന്നുള്ളൂ. ഏതൊക്കെയാണ് 2 ലെറ്റർ എന്ന് പറയാം? ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. പെട്ടെന്ന് പറയാം, ഏത് 2 ലെറ്ററുകളാണ് സ്ട്രോങ് കറക്ഷനായിട്ട് സഭയ്ക്ക് അപ്രീഷിയേഷൻ കൂടാതെ എഴുതുന്നത്? ഗലേഷ്യൻസും കൊരിന്ത്യൻസും. ഫസ്റ്റ് കൊരിന്ത്യൻസും ഗലേഷ്യൻസും. ഇത് 2 ലെറ്ററേ ഉള്ളൂ. അതിൽ ഗലേഷ്യൻ ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് വേൾഡ്നെസ്സും ഒന്ന് ഫാരസീസുമാണ്, ഒന്ന് ലീഗലിസവും ഒന്ന് വേൾഡ്നെസ്സുമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 2നെയും അപ്പോസ്തലന്മാർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൗലോസ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. 2ഇടത്തും ശക്തമായിട്ട് തന്നെ അവർക്കെതിരെ എഴുതുന്നുണ്ട്. 2ഇടത്തും ഒരേ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അസാരം പുളിമാവും പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും എന്ന് പറയുന്നത്. 2ഉം ഈക്വലി ദൈവസഭയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഉപദേശങ്ങളാണ്. ഗലേഷ്യനിസവും കൊരിന്ത്യനിസവും, ഒന്ന് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്നെസ്സും 2 ലീഗലിസവും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചതുപോലെ ക്രൂസിന്റെ വചനമാണ് ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ദൈവസഭയെ ബിൽഡ് ചെയ്യുന്ന സന്ദേശം. അന്നേരം ഞാൻ പറഞ്ഞത് 7 സഭകൾക്ക് ലെറ്റർ എഴുതുമ്പോൾ 2 സഭകൾക്കാണ് കറക്ഷൻ ലെറ്റർ എഴുതുന്നത്. എന്നാൽ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴേക്കും എത്ര സഭകൾക്ക് കറക്ഷൻ ലെറ്ററും എത്ര സഭകളിലെ അപ്രീഷിയേഷൻ ലെറ്ററും എഴുതുന്നുണ്ടെന്ന് അറിയാം? എന്ന് പറയാമോ? 2 സഭകൾക്ക് അപ്രീസിയേഷൻ ലെറ്ററും 5 കറക്ഷൻ. അന്നേരം നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ആവുകയാണ്. 2 സഭകൾക്ക് മാത്രമാണ് അവർക്ക് പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നത്. ഈ ബാക്കി 5 സഭകൾക്കും കറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അപ്പോസ്തലിക കാലഘട്ടം കഴിയുമ്പോഴേക്കും സഭയിൽ ഒരു ഡിറ്റീറിയേഷൻ നടക്കുന്നുണ്ട്, സഭയുടെ ഡിക്ലനേഷൻ നടക്കുന്നുണ്ട്. അതിൽ തന്നെ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, എങ്കിലും നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു എന്ന് പറയുന്നത്. ദൈവം പകയ്ക്കുന്ന ഒരു കാര്യം എഫേസ്യ സഭ കറക്റ്റ് കുറേ കറക്ഷൻ മുകളിൽ എഴുതിയിട്ട് പറയാണ്, ഒരു കാര്യം നീ ചെയ്യുന്നത് നല്ലതാണ്, നിക്കലോവ്യരുടെ നടപ്പ് പ്രാക്ടീസ് നീ പകയ്ക്കുന്നു എന്ന് പറയാണ്. പെർഗമോസ് സഭയ്ക്ക് എഴുതുമ്പോൾ 2-ാമത്തെ അധ്യായത്തിന്റെ തന്നെ 15-ാമത്തെ വാക്യത്തിലേക്കും പറയുമ്പോൾ പറയുന്നുണ്ട്, അവനും നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം എഫേസ്യ സഭ അവരുടെ നടപ്പിനെ പകച്ചെങ്കിൽ പെർഗമോ സഭ നിക്കലോവ്യരുടെ ഉപദേശത്തെ കൈക്കൊള്ളും. അതൊരു ഉപദേശവും പ്രാക്ടീസും വരുന്നുണ്ട്. ഇതെന്താണ് നിക്കലോവ്യർ? എന്നിട്ട് ഞാനിത് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം എടുത്തു പറയല്ല, ബൈബിൾ അതെന്താണെന്നുള്ളത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് 100% ഡോക്ടറിനായിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല. പക്ഷേ ഇതിന്റെ വിശദീകരണം ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിരിക്കുന്നത്, നിക്കലോവ്യ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ദിയോത്രോഫീസിനെ പറഞ്ഞു പോയിരിക്കുന്ന ഒരു പ്രിയമിനൻസ് എടുക്കുക എന്നുള്ളതാണ്. ദൈവസഭയിൽ പ്രിയമിനൻസ് എടുക്കുന്ന, ദൈവസഭയിൽ യേശുക്രിസ്തുവിനാണ് പ്രിയമിനൻസ് എന്നുള്ളതാണ് കൊലോസ്യനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ആ പൊസിഷനിൽ ആ പ്രിയമിനൻസ് എടുക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും ആ ബോഡിയുടെ സ്ട്രക്ചറിലുള്ള ഡിക്ലിനേഷൻ വെളിപാട് പുസ്തകം വരുമ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നേരം ഈ ഒരു അപ്പോസ്തോലിക് വാണിങ് അപ്പോസ്തലൻ പലപ്പോഴും ഇതിനു മുമ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അന്നേരം ഇവിടെ വെച്ചിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തോടു കൂടി നമ്മൾ ഒരു സഭയുടെ റിട്ടേൺ, ഒരു എന്താ പറയുക, റിട്ടേൺ ചരിത്രം എന്നുള്ളതിനേക്കാൾ ദൈവശാസ്ത്രീയമായിട്ടുള്ള ഒരു ലെറ്റേഴ്സ് അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ ചരിത്രത്തിലേക്കാണ് പോകുന്നത്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ചർച്ച് ഹിസ്റ്ററിയാണ്. അന്നേരം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നുള്ളൂ, വളരെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു, ഈ ചർച്ച് അപ്പോസ്തോലിക കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം AD 30 to AD 100 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോസ്തലനായിട്ടുള്ള യോഹന്നാന്റെ മരണം വരെ ഉള്ള കാലഘട്ടം. അവിടെ അപ്പോസ്തലന്മാർ എപ്പോഴും ഈ ക്രൂശിന്റെ വചനം കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുകയും അതുകൊണ്ട് തന്നെ ദൈവസഭയെ ഒരു ശരീരമായിട്ട് തന്നെ, യേശുക്രിസ്തു തലയായിട്ടിരിക്കുന്ന ഒരു ശരീരമായിട്ട് തന്നെ നിലനിർത്താനായിട്ട് അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കഴിയുകയും ചെയ്തു. എന്നാൽ AD 100 to 150 വരുമ്പോഴേക്കും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ദൈവസഭയിൽ ഒന്നാമനാകാനാക്കി വരുന്ന ആൾക്കാർ കടന്നു വരികാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞിരുന്നു, ദൈവസഭയിലെ എൽഡേഴ്സിന്റെ തന്നെ 2 മിനിസ്ട്രീസാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നതും അധ്യക്ഷ പദവി എന്ന് പറയുന്നിരിക്കുന്നത്. അന്നേരം എൽഡേഴ്സ് തന്നെയാണ് ഷെപ്പേഴ്സും ഓവർസിയേഴ്സും, എൽഡേഴ്സ് തന്നെയാണ് പാസ്റ്റേഴ്സും ഓവർസിയേഴ്സും. ഈ ഓവർസിയേഴ്സിനെ ബിഷപ്പ് എന്നുള്ള ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ ടേമാണ്, എങ്കിലും ബിഷപ്പ് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അതിന് ബിഷപ്പ് എന്ന് പറയുന്നതും പാസ്റ്റർ എന്ന് പറയുന്നതും എൽഡർ എന്ന് പറയുന്നതും ഒരാളാണ്. എന്നാൽ AD ഒരു 100 to 150 ആകുമ്പോഴേക്കും ദൈവസഭയിൽ നിന്ന് ഈ എൽഡേഴ്സിന്റെ മുകളിലേക്ക് സിംഗിൾ പാസ്റ്റർ സിസ്റ്റത്തിലേക്ക് സഭയിൽ ആൾക്കാർ എഴുന്നേക്കാനായിട്ട് തുടങ്ങി. എന്നാൽ മുമ്പോട്ട് പോകുമ്പോഴേക്കും AD 150 ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു സഭയിൽ തന്നെ എൽഡേഴ്സിന്റെ മുകളിൽ ഒരു പാസ്റ്റർ വരുന്നു. ഒരു പട്ടണത്തിൽ ഈ പാസ്റ്റേഴ്സിന്റെ മുകളിൽ ഒരു ബിഷപ്പിനെ അവരോധിക്കാനായിട്ട് തുടങ്ങുന്നു. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇതിന്റെ ഒരു കാരണമുണ്ട് അന്നത്തെ കാലത്ത്. അന്നൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തോലിക കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ ഹെറസീസ് ദൈവസഭയിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങി. അന്നേരം ഈ ഹെറസീസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഭയായിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഈ ബിഷപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചർച്ചായിട്ട് തന്നെ ആ രീതിയിൽ ഡെവലപ്ഡ് ആയി വന്നതാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ദൈവസഭയുടെ ആ ഒരു സ്ട്രക്ചർ തെറ്റുന്നതോടുകൂടി അതിന്റെ മൊത്തത്തിൽ ഓർഡർ തെറ്റാനായിട്ട് പോവുകയാണ്. അന്നേരം എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഒരു സഭയിലെ തന്നെ എൽഡേഴ്സിന്റെ 3 ശുശ്രൂഷകൾ തന്നെ 3 ഓഫീസായിട്ട് മാറുകയാണ്. എൽഡേഴ്സ് തന്നെ പാസ്റ്റേഴ്സും ഓവർസിയേഴ്സും ആയിരുന്നിടത്ത്, അല്ലെങ്കിൽ എൽഡേഴ്സ് തന്നെ പാസ്റ്റേഴ്സും ബിഷപ്സും ആയിരുന്നിടത്ത്, എൽഡേഴ്സിന്റെ മുകളിൽ പാസ്റ്റർ, പാസ്റ്ററുടെ മുകളിൽ ബിഷപ്പ്. ഒരു ദൈവസഭയിൽ തന്നെ വിശ്വാസികൾ, എൽഡേഴ്സ്, പാസ്റ്റർ, സഭകൾക്ക് ഒരു പട്ടണത്തിന് ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ വരികയാണ്. അന്നേരം വീണ്ടും കാലഘട്ടം മുമ്പോട്ട് പോകുമ്പോഴേക്കും AD 150 തൊട്ട് 300 വരെയൊക്കെ ആകുമ്പോഴേക്കും ഈ സിസ്റ്റം വീണ്ടും വികസിക്കുകയാണ്. അങ്ങനെ ക്ലർജി ലേമാൻ സിസ്റ്റം വരികയാണ്, അല്ലെങ്കിൽ പ്രീസ്റ്റ് പീപ്പിൾ എന്നുള്ള ഡിവിഷൻ ദൈവസഭയിലേക്ക് വരികയാണ്. മുമ്പോട്ട് ദൈവസഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ 300 ഒക്കെ കഴിയുമ്പോഴേക്കും ദൈവസഭ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവുമായിട്ട് ചേർന്ന് വരികയാണ്. അപ്പോഴേക്കും ഇതിന്റെ സിസ്റ്റത്തിന്റെ മുകളിലേക്ക് ഹൈറാർക്കിയൽ പൊസിഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ബോഡി സ്ട്രക്ചറിൽ നിന്നും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് ദൈവസഭ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോസ്തല കാലഘട്ടത്തിന് ശേഷം മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞത്. ഇപ്പോഴൊക്കെയും തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെയും കർത്താവിനെ വിശ്വസിക്കുന്ന, കർത്താവിന്റെ സഭയായിട്ട് ഭാഗമായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ട്രക്ചർ മാറുന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം വിശ്വാസികളുടെ മുകളിൽ പാസ്റ്റർ മുകളിൽ ബിഷപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോകുമ്പോഴേക്കും പൊളിറ്റിക്കൽ സിസ്റ്റം കൂടി കടന്നു വരുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ആർച്ച് ബിഷപ്പ്, കർദിനാൾ എന്നുള്ള സ്ഥാനങ്ങൾ വരികയാണ്. ഇതിന് വീണ്ടും കാലഘട്ടം മുമ്പോട്ട് പോകുമ്പോഴേക്കും 5, ഇത് ഞാൻ ഹിസ്റ്റോറിക്കൽ പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്, 5 സെന്ററുകളിൽ നിന്നും ദൈവസഭ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം സ്ഥാപിക്കപ്പെടുകയാണ്. റോം, കോൺസ്റ്റന്റിനോപ്പിൾ, അന്ത്യോക്ക്, അലക്സാണ്ട്രിയ, ജെറുസലേം. അങ്ങനെ 5 സെന്ററുകളിൽ നിന്നും 5 ആർച്ച് ബിഷപ്പുകളും കർദിനാൾസും ആർച്ച് ബിഷപ്പ് ഇവര് സഭയുടെ സ്ട്രക്ചർ നിയന്ത്രിക്കുകയും ഈ രീതിയിലുള്ള ഹൈറാർക്കിയൽ സിസ്റ്റം വരികയാണ്. അന്നേരം സഭ, വിശ്വാസികൾ, പാസ്റ്റർ, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ കർദിനാൾ എന്നുള്ള രീതിയിലേക്കും ആ കാര്യങ്ങൾ താഴേക്ക് വരികയാണ്. ഇതിൽ നിന്നും ഈ 5 ബിഷപ്പുകളിൽ നിന്നും ഒരു ബിഷപ്പ്, അല്ലെങ്കിൽ റോമിലെ ബിഷപ്പ് ലിയോ 14 എന്ന് പറഞ്ഞ് ബിഷപ്പ് ഈ 5 പേരുടെയും മുകളിലേക്കുള്ള പൊസിഷൻ എടുക്കുകയാണ്. ഇല്ലെങ്കിൽ പോപ്പിന്, അല്ലെങ്കിൽ പത്രോസിന്റെ സക്സസർ, ഈ റോമിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു പ്രീഎമിനൻസും കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. റോമിലെ ബിഷപ്പ് ഇതിന്റെ എല്ലാം മുകളിലത്തെ ബിഷപ്പായി വരികയും ആ ബിഷപ്പിന്റെ പോപ്പൽ അല്ലെങ്കിൽ പേപ്പൽ അതോറിറ്റി ബാക്കിയുള്ളവരും അംഗീകരിക്കണമെന്നുള്ള ഒരു റൂളിലേക്ക് കാര്യങ്ങൾ വരികയാണ്.
അങ്ങനെ വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി, എന്നാലും ഞാൻ പറഞ്ഞു ഇതിങ്ങനെ എങ്ങനെയാണ് മുകളിലേക്ക് പോകുമെന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ അംഗീകരിക്കാത്ത ബാക്കിയുള്ളവർ സെപ്പറേറ്റ് ആടുകയും AD 1000 ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഗ്രേറ്റ് സ്കിസ് ഇല്ലെങ്കിൽ ഒരു വിഭജനം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും രണ്ടായിട്ട് മാറുകയാണ്. പോപ്പിന്റെ കീഴിലുള്ളത് കാത്തലിക് ചർച്ചായിട്ടും പോപ്പിന്റെ കീഴിലല്ലാതെ ബാക്കിയുള്ള ഓർത്തഡോക്സ് ചർച്ചായിട്ട് മാറുകയാണ്. അന്നേരം ഇതിന്റെ സ്ട്രക്ചർ എവിടം വരെ പോയി നോക്കണം. പോപ്പ്, കർദിനാള്, ബിഷപ്പ്, പ്രീസ്റ്റ്, പീപ്പിൾ എന്നുള്ള രീതിയിൽ ഈ കാര്യം വന്നുകൊണ്ടേ വരികയാണ്. ഈ രീതിയിലാണ് ഈ ചർച്ചിന്റെ സ്ട്രക്ചർ മാറിയത്. എന്നാൽ ഇതിന്റെ അടിസ്ഥാന പ്രോബ്ലം എവിടെയാണ്? ഞാൻ പറഞ്ഞു ക്രൂശിന്റെ മെസ്സേജ് പിന്നെ പ്രസംഗിക്കാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ ക്രൂശിന്റെ മെസ്സേജ് അല്ല വേണ്ടത്. പിന്നീട് അവിടെ വേണ്ടത് മണിയുടെ പവറാണ്. അന്നേരം ഒരു ഓർഗനൈസേഷൻ നിലനിർത്തണമെങ്കിൽ സോളിഷ് പവറും മണി പവറുമാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴേക്കാണ് ഈ സഭയിലേക്ക് എല്ലാ ദുരുപദേശങ്ങളും കയറി വരികയും ഈവൻ വിശ്വാസത്താലുള്ള നീതീകരണം പോലും മാറ്റപ്പെട്ടിട്ട് അവിടെ പാപമോചന ചീട്ടും അങ്ങനെയുള്ള എല്ലാ രീതിയും കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ ദൈവസഭ ഒരു കറപ്റ്റഡ് രീതിയിലേക്ക് മാറുന്നത്. ഈ കറപ്റ്റഡ് രീതിയിലേക്ക് പോകുമ്പോഴും വിശ്വാസികൾ തീർച്ചയായിട്ടും ആ സമയത്തെല്ലാം തന്നെ കർത്താവുമായിട്ട് കണക്റ്റായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനിത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു സ്ട്രക്ചർ അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നാണ് പിന്നീട് നവീകരണം ഉണ്ടാവുകയും നവീകരണ സഭകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഞാൻ എൻ്റെ ഒരു ഹിസ്റ്റോറിക് കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തോലിക കാലം തൊട്ട് ഇന്ന് വരെയുള്ള കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. അന്നേരം 1700 1800 വരുമ്പോഴേക്കും നവീകരണം വരുന്നു. എന്നാൽ നവീകരണത്തിന്റെ പ്രശ്നം എന്താണ്? നവീകരണം എപ്പോഴും ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഇത് ബ്രേക്ക് ആവുന്നതിന് പകരം ആ സ്ട്രക്ചറിൽ നിന്ന് തന്നെ കുറെ നവീകരണം ഉണ്ടാക്കാനാണ്. നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിഫോർമേഷൻ, കുറെ കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ആ സ്ട്രക്ചറിൽ ചില നന്നാക്കൽ നടത്തുന്നതാണ് നവീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ടോട്ടൽ റിസ്റ്റോറേഷനാണ്. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെസ്സേജുകളിലേക്ക് കാര്യം പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അന്നേരം ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ടോട്ടൽ റിസ്റ്റോറേഷൻ, യഥാർത്ഥ ആദിമസഭയിലേക്കുള്ളൊരു റിയൽ റെസ്റ്റോറേഷൻ ഇതുവരെ നടന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇന്നുള്ള ഏത് സഭകളും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാത്തലിക് തൊട്ട് ഇങ്ങേയറ്റത്തുള്ള പെന്തക്കോസ്റ്റൽ ചർച്ച് വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ സിസ്റ്റം ഇതേപോലെയാണ് നടക്കുന്നത്. സെന്റർ മാറിയിട്ടാണ്. സെന്റർ റോമിന് പകരം കുമ്പനാടായിട്ടുണ്ടായിരിക്കാം, പോപ്പിന് പകരം സെൻട്രൽ പാസ്റ്ററും ബിഷപ്പിന് പകരം ഡിസ്ട്രിക്ട് പാസ്റ്ററും എന്താണ് പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റർ ഇതിന് പകരം ലോക്കൽ പാസ്റ്ററും പീപ്പിളുമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. ആ ഹൈരാർക്കൽ സിസ്റ്റം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ സിസ്റ്റമാണ് ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ സിസ്റ്റത്തിന്റെ നടുക്കൊരു റിഫോർമേഷൻ ഒരിക്കലും, ചില സത്യങ്ങൾ റിഫോർമേഷനിൽ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതല്ലാതെ ടോട്ടലായിട്ടുള്ള ക്രൂശിന്റെ മെസ്സേജും യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ സ്ട്രക്ചറും റെസ്റ്റോർ ആയിട്ടില്ല. അത് ഒരിക്കലും സാധ്യമാവുകയില്ല ഈ രീതിയിൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കാനായിട്ട് കഴിയത്തില്ല. ഈ ക്രൂശിന്റെ മെസ്സേജ് നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ കൂടിയാണ്. അന്നേരം ദൈവത്തിന്റെ ആഗ്രഹം, ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ എല്ലാം പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ ആ ക്രൂശിന്റെ മെസ്സേജ് യഥാർത്ഥത്തിൽ റെസ്റ്റോർഡ് ആകുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മെസ്സേജ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുന്നിടത്ത് വ്യക്തികൾ യേശുക്രിസ്തുവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, കർത്താവ് തലയായിട്ട് വിശ്വാസികൾ കർത്താവിനാൽ ഡയറക്റ്റ് ആകുമ്പോൾ, അതുവഴി ലോക്കൽ ചർച്ചുകൾ ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ബോഡിയുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യപ്പെടുന്നിടത്ത് അവിടെ യഥാർത്ഥത്തിലുള്ള മെസ്സേജും റെസ്റ്റോർഡ് ആകും. അതുവഴി ദൈവസഭ ഒരു ശരീരമായിട്ട് പണിയപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ഈ രീതിയിലാണ് കർത്താവിൻ്റെ സഭയെ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഞാൻ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച ഒരു ക്ലാസ്സിൽ കൂടി ഇതിൻ്റെ ഒരു ടോട്ടൽ കൺക്ലൂഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ബാക്കിയുള്ളുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാൻ വളരെ പുതിയതായിട്ട് പല കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ടോട്ടൽ കൺക്ലൂഷനും അതിൻ്റെ ഒരു അവസാനമായിട്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലാകാത്തതോ കൂടുതൽ എക്സ്പ്ലനേഷനോ വേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. ബ്രദർ, ഇപ്പൊ നമ്മൾ ഈ പത്യോപദേശം തന്നെ യഥാർത്ഥത്തിൽ സഭയിൽ വെളിപ്പെടുത്താത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഓപ്പണായിട്ട് പറയുക, ചർച്ചിൽ അറ്റൻഡ് ചെയ്തപ്പോൾ സങ്കീർത്തനം വായിച്ച 66-ാം സങ്കീർത്തനം വായിച്ചതിന് ശേഷം അത് പിന്നീട് ആ ഒരു എക്സോർട്ടേഷൻ തന്നത്, അതിൽ പറയുന്നത് നേർച്ച കാഴ്ചകളെ നമ്മൾ സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നതിനും തുല്യമായിട്ടും കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരെയും, അത് ഈ ദാവീദ് പറയുന്ന
കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും കോലാട്ടുകെട്ടന്മാരെയും ഞാൻ അർപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ 66-ാം സങ്കീർത്തനത്തിൽ. അത് ദശാംശത്തോട് ഒരുമിച്ച് ഇപ്പം നിങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ സ്വോത്രകാഴ്ച കൊണ്ടുവരണം, ദശാംശം കൊണ്ടുവരണം എന്നുള്ള ഉപദേശം പറഞ്ഞു. ഇപ്പം നമ്മൾ എനിക്ക് മനസ്സിലായി അത് ജസ്റ്റ് ഇതിൻ്റെ വേണ്ടിയാണെന്നുള്ളത്. അത് പക്ഷേ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ, ചോദ്യം ചെയ്താൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. എന്നാൽ മാറ്റാരും തന്നെ ഇത് ഒരു റേസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചോദിക്കുകയോ ചെയ്യാതെ ഈ പത്യോപദേശം പറയാതെ തന്നെ ഈ മറ്റ് പഴയ നിയമകാര്യത്തിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപദേശം കൊണ്ടുപോയുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച മാതൃക എങ്ങനെയാണെന്നോ സത്യസഭ എങ്ങനെയാണെന്നുള്ള ഒരറിവില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പം. അത് നമ്മുടെ സഭ മാത്രമല്ല, മിക്കവാറും എല്ലായിടത്തും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഒരു റിട്രീറ്റിന് മെരിലാൻഡ് വരെ പോയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഒരു ലേക്കിൻ്റെ ഇറമ്പിൽ ഇങ്ങനെ സഹോദരന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ സംസാരിപ്പം ഒരു സഹോദരൻ പറഞ്ഞത് യാക്കോക്കാരും അതും പ്രായമുള്ള എന്നെക്കാളിലൊക്കെ പ്രായം ഒത്തിരി കൂടുതലുള്ള ഒരു സഹോദരനാണ് പറഞ്ഞത്, യാക്കോക്കാരൊക്കെ വളരെ നല്ല കാര്യങ്ങൾ ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ, അവരെന്തുകൊണ്ട് സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു, ആ പുള്ളിക്കാരന് ദൈവവചനത്തിലുള്ള ആഴമായ അറിവ് ഇത്രയ്ക്കേ ഉള്ളല്ലോ. ചെറുപ്പം മുതലേ ബന്ധക്കോസിലായിരുന്ന വ്യക്തി ഇങ്ങനെ പറയണമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ തത്വങ്ങളോ പത്യോപദേശം എന്താണെന്നൊന്നും മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ ഇതിൽ നമ്മൾ വല്ലതും പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന കാര്യവുമാണ്. അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിരുന്നു, ഈ മണി, പൈസ എന്നുള്ളത് ഈ സെന്റർ ആവുന്ന ഇവിടെയാണ്. എല്ലാ സഭകളുടെയും ഉപദേശങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പലതരത്തിലുള്ള ഉപദേശമുണ്ട്. പക്ഷെ എല്ലാ സഭകളിലും ഒറ്റ ഉപദേശം വരുമ്പോഴേക്കും ഒന്നിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്നുള്ളതിലാണ്. അന്നേരം ഞാനെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ റൺ ചെയ്യാനായിട്ട് പണം ആവശ്യമാണ്. പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. അതേസമയം ഒരു ബോഡി ഓർഗാനിസം റൺ ചെയ്യുന്നത് ജീവന്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഈ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഈ പുതിയ വീഞ്ഞ്, ഈ ജീവന്റെ സുവിശേഷം, കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ജീവിപ്പിക്കുന്ന സുവിശേഷം, കൃപയുടെ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെങ്കിൽ ഈ ഓൾഡ് സ്ട്രക്ചറുകളിൽ നടക്കത്തില്ല. അന്നേരം നമ്മൾ ഈ ബാക്കി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദശാംശവും സ്തോത്രകാഴ്ചയും ഈ കാര്യങ്ങളെല്ലാം സഭയിലെ പാസ്റ്റർക്കും എൽഡേഴ്സിനും കൊണ്ടു കൊടുക്കുകയും ഈ പാസ്റ്റേഴ്സും എൽഡേഴ്സും ഈ സഭയിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുവിൽ ഒരു മധ്യസ്ഥനായിട്ട് നിലനിൽക്കുന്ന ആ സ്ട്രക്ചർ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാര്യം ഒരു ദൈവസഭ എന്ന ശരീരം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ടീച്ചിങ് അവിടെ ഇല്ലാത്തത് തന്നെയാണ്. അന്നേരം ഈ ഒരു സ്ട്രക്ചർ ഉള്ളിടത്ത് നമ്മളിത് പറയാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ തുരുത്തി പൊളിയും, വീഞ്ഞൊഴുകിപ്പോകും. ഈ തുരുത്തിയെ അങ്ങനെ തന്നെ നിലനിർത്തേണ്ട ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കുണ്ട്, അല്ലേ? ആർക്കാണ് ഈ സ്ട്രക്ചർ നിലനിർത്തേണ്ടത്? ആ സ്ട്രക്ചർ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അന്നേരം ദൈവസഭയുടെ സ്ട്രക്ചർ അതല്ല. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയാനായിട്ട് ശ്രമിച്ചത്. ദൈവസഭയിലെ എൽഡേഴ്സ് ദൈവസഭയിൽ ദൈവത്തിനും മനുഷ്യരുടെയും നടുക്ക് നിന്നുകൊണ്ട് മനുഷ്യരിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് മനുഷ്യരുടെ ദശാംശം വാങ്ങിച്ച് ജീവിക്കുന്നവരല്ല. അവര് ദൈവസഭയിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സാണ്. അവർക്ക് സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്, അതൊക്കെ വിശദീകരിച്ചു. പക്ഷെ അവരും സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുകയും മറ്റുള്ള വിശ്വാസികളെ പോലെ തന്നെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അതൊരു ബോഡിയിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആ ബോഡി ഉപദേശം പഠിപ്പിക്കാനായിട്ട് ആൾക്കാർ തയ്യാറാവുകയില്ല. കാരണം അത് പഠിപ്പിച്ചാലുള്ള ആദ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗരോഹിത്യം മാറ്റപ്പെടും. ഈ പുരോഹിത വർഗം അവരുടെ ആ പ്രൊമിനൻസ് നഷ്ടപ്പെട്ട് അവർക്ക് അവരുടെ വരുമാന മാർഗവും നിൽക്കും. അന്നേരം അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ പ്രസംഗങ്ങൾ തന്നെ ആൾക്കാർ പലപ്പോഴും എതിർക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്. ബാക്കിയുള്ളതൊക്കെ പലർക്കും അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ആൾക്കാർ ഈ ഞാൻ പറയുന്ന കാര്യത്തെയും റിജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം പണം ആവശ്യമായിട്ട് വരുന്നത് എവിടെയാണ്? പണം ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പണം ആവശ്യമാണെന്നല്ല, പണമാണ് അതിൻ്റെ അടിസ്ഥാനം. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, 2 അടിസ്ഥാനങ്ങൾ, ഒന്ന് കർത്താവ്, ഒന്ന് മാമനുമാണ്. അന്നേരം അവിടെ അതിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് എതിർക്കാനായിട്ട് ശ്രമിക്കും. അന്നേരം അവിടെ നമ്മൾ ട്രൂത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ
ഈ കാര്യങ്ങളെ പറ്റി ബോധ്യം വരുത്തുമ്പോൾ അവർ കർത്താവിൻ്റെ ആ ഒരു പുതിയ നിയമ ദൈവസഭയെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ കിട്ടുമ്പോൾ അവരെ കൊണ്ട് ദൈവം ഓരോ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സഭ പണിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടങ്ങളെ ദൈവം ഒരുമിപ്പിക്കും. എവിടേക്കാണ് നമുക്കറിയാൻ അടിയത്തില്ല, പക്ഷേ ദൈവം നമ്മളെയും അവരുമായിട്ട് കണക്ട് ചെയ്യുകയും നമുക്ക് അങ്ങനെ രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ബ്രദർ പറഞ്ഞൊരു റിയൽ കൺസേൺ ആണ്, സത്യമാണ്. പ്രൈസ് ലോർഡ് ബ്രദറെ. ഈ ഓർഗനൈസേഷണൽ ചർച്ചിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ പാർട്ടായിട്ട് പലരും ഈ ഹൗസ് ചർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നത്, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ഹൗസ് ചർച്ച് എന്ന് പറയുന്നത് അപ്പോസ്തോലിക മാതൃകയിൽ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ആദിമ സംഭവം നമ്മൾ വെളിപാട് പുസ്തകം വരെ വായിക്കുമ്പോഴേക്കും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളിലായിരുന്നു സഭകളുണ്ടായിരുന്നത്. റോമ സഭയ്ക്ക് അപ്പോസ്തലൻ എഴുതുമ്പോൾ വീട്ടിലെ സഭയ്ക്ക് എന്ന് പറയുന്നത്. അന്നേരം ഹൗസ് ചർച്ചസ് തന്നെയായിരുന്നു ആദ്യത്തെ സഭകളുണ്ടായിരുന്നത്. അന്നേരം ഹൗസ് ചർച്ച തന്നെ വേണമെന്നൊരു ഉപദേശമൊന്നും ബൈബിളിലില്ല. ഇപ്പം ഒരു ഹോളിൽ കൂടുന്നതും ഹൗസിൽ കൂടുന്നതും തമ്മിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, വീടുകളിൽ കൂടുമ്പോൾ അതിൻ്റെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറും ആ രീതിയിലുള്ള ദൈവസഭ ഒരു കുടുംബം എന്നുള്ളൊരു പിക്ചറും കിട്ടുമെങ്കിൽ അതൊരു അങ്ങനെ കൽപ്പനയൊന്നുമില്ല. അന്നേരം ഹൗസ് ചർച്ചസ് ദൈവവചനപ്രകാരമാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതൊരു ആദിമസഭയിലേക്കുള്ള മാതൃകയിലേക്കുള്ള മടങ്ങിപ്പോവുകയാണ്. അത് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിപ്പിക്കുകയും ഒരു ദൈവസഭയായിട്ട് ഹൗസ് ചർച്ചായിട്ട് കൂടുകയും ചെയ്യുന്നെങ്കിൽ നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രദറെ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോട്ടെ. 1-ാം നൂറ്റാണ്ടിലെ സഭകളെല്ലാം വീടുകളിലായിരുന്നു എന്നുള്ളത് ബ്രദർ പറഞ്ഞല്ലോ. അതാണ് 1-ാം നൂറ്റാണ്ടില് നമ്മള് ശ്രദ്ധിച്ചാല് എല്ലാ മതങ്ങൾക്കും ആരാധന ഉണ്ടായിരുന്നു. യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. യഹൂദന്മാർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. മറ്റ് മതങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു ദൈവസഭ ഒരു പൊതുസ്ഥലത്ത് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് അങ്ങനെ അന്ന് ധനവാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നല്ലോ. ഫിലോമൻ പോലെയുള്ള ആളുകളൊക്കെ ധനവാന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരൊന്നും അവർ വീട്ടിൽ നിന്ന് വിട്ടല്ല സഭായോഗം കൂടിയത്. സഭാ വിശ്വാസികളെയും സഭയെയും ചേർത്ത് നിർത്തി സ്വന്തം കുടുംബം പോലെ, സഭാ അംഗങ്ങളെല്ലാം സ്വന്തം കുടുംബം പോലെ ആണ് ശരിക്കും പറഞ്ഞാൽ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സഹോദരൻ നേരത്തെ പഠിപ്പിച്ചതുപോലെ ഒരു ശരീരം പോലെയാണ് സഭ പ്രവർത്തിക്കേണ്ടത്. സഭയിലെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് ഏക ഹൃദയം, ഏക മനസ്സ്, ഏകഭാവം, ഒരു വായ്, പിന്നെ ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണം. ഇപ്പോ ഒരു ഭവനത്തോട് ചേർന്ന് ആയിരുന്നു 1-ാം നൂറ്റാണ്ടിലെ എല്ലാ സഭകളും എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു ഉപദേശമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ശരിയായിട്ടുള്ള സഭയെ സംബന്ധിച്ച ഉപദേശത്തെ എടുത്താൽ ഭവനങ്ങളിൽ കൂടുന്നതാണ് അതിന്റെ ഏറ്റവും യുക്തം എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഒരു പുസ്തകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയിരുന്നത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ദൈവസഭ എന്നുള്ളത്. അതിൽ ഞാനിത് റെഫർ ചെയ്യുന്നുണ്ട്. ബ്രദർ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഞാനതിനോട് യോജിക്കുന്നു. കാരണം അതാണ് ആദിമസഭയുടെ മാതൃക. പിന്നെ ഞാനിത് എപ്പോഴും അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ മാതൃകയും ലേഖനങ്ങളുടെ ഉപദേശവുമാണ് വരുന്നത്. അന്നേരം നമുക്കൊരു അങ്ങനെ തന്നെ പാടുള്ളൂ എന്നുള്ളൊരു ഉപദേശം നമുക്ക് ഇല്ലെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണ് മാതൃക, അതാണ് അതിൻ്റെ പ്രയോജനങ്ങളും അതിൻ്റെ അഡ്വാൻറ്റേജസും നമുക്ക് കാണാനായിട്ടിരിക്കും. ദൈവസഭ ഒരു കുടുംബമാണ്. ഒരു കുടുംബം, ഒരു വീട്ടിലൊരു കുടുംബം വരുന്ന പോലെ തന്നെ ദൈവസഭ ഒരു കുടുംബത്തിലെ പോലെ തന്നെ ഉള്ള റിലേഷനും പങ്കുവെക്കലുകളും കറക്ഷനും എല്ലാം ഒരു ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫാമിലി ആണെന്നും ദൈവനം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഹൗസ് ചർച്ചസ് തന്നെയാണ്. അത് ഞാൻ യോജിക്കുന്നു. പിന്നെ ഞാനത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെ മാത്രം പാടുള്ളൂ എന്ന് ഉപദേശമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പാടുള്ളൂ എന്ന് പറയാനും കഴിയില്ലെന്നുള്ളതാണ്. ഹലോ, സംസാരിക്കുന്നുണ്ട്. അല്ല ബ്രദറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മള് ഈ സാത്താന്റെ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അത് സഭകളിലെ സാത്താൻ എന്നുള്ളത് അവൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണെങ്കിലും അവൻ ആക്റ്റീവ് ആണെന്നുള്ളത് പറഞ്ഞ് സാത്താന്റെ ഭാഗത്തെ തന്ത്രങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകള് സാത്താന്റെ പ്രവർത്തനങ്ങൾ അവൻ എങ്ങനെയാണ് ദൈവത്തെ എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് വളരെ കുറവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്.
അതിലെന്തെങ്കിലും കാര്യമുണ്ട്? കാരണം ഞാൻ ആ മാത്യുവിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് കർത്താവ് നല്ല വിത്തല്ലേ വിതച്ചത്, ഇത് ശത്രു ചെയ്താന്ന് പറയുന്നുണ്ടല്ലോ അവിടെ പറഞ്ഞിട്ട്. ശത്രു വന്നിട്ടാണ് ഈ കള വിതച്ചിട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റി അതൊന്ന്. അതുപോലെ തന്നെ ഈ കർത്താവ് തന്നെ ഇത് മുൻകൂട്ടി ഒരു അഡ്വാൻസ് ആയിട്ട് ഇതിന് കൊടുത്തിട്ടില്ലേ? അതായത് ഒരു പുളിച്ച മാവിനോട് സദൃശമായിട്ടൊക്കെ കർത്താവ് പറഞ്ഞിട്ടില്ലേ? കർത്താവിന് അറിയായിരുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകണെന്നുള്ളത്. ഇതിങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഈ ചർച്ചകളിൽ പോലും സാത്താൻ പ്രവർത്തിക്കുന്ന വിധത്തെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് അങ്ങനത്തെ പഠിപ്പിക്കലൊക്കെ വളരെ കുറവായിട്ടൊരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ തോന്നിയിട്ടുണ്ടോ അതിനെ പറ്റി? ഇതില് ബ്രദർ പറഞ്ഞ ആദ്യത്തെ ഒരു ഉപമയുണ്ടല്ലോ, ഈ കള പതിച്ചു എന്ന് പറയുന്നത്, അത് എവിടെയായിരുന്നു? മത്തായിയുടെ സുവിശേഷത്തില് 13-ാം അധ്യായത്തിൽ 24. 13-ാമത്തെ അധ്യായത്തില് വരുമ്പോൾ ആ ഉപമകൾ പറഞ്ഞു വരുമ്പോൾ അവിടെ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് ചിന്തിക്കുന്നു. അവിടെ ദൈവസഭയിൽ സാത്താൻ കള വിതയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വയലിലാണ് കള വിതയ്ക്കുന്നത്. വയല് ലോകം എന്ന് പറഞ്ഞിട്ടാണ് ആ ലോകത്തിൽ പിശാച് കള വിതയ്ക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പലപ്പോഴും ഇതിനെ ഒരു മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറ് ആൾക്കാരുണ്ട്. ദൈവസഭയിൽ സാത്താൻ കള വിതയ്ക്കും, അതുകൊണ്ട് തന്നെ കൊയ്ത്തോളം വളരട്ടെ എന്നുള്ളൊരു എക്സാമ്പിളും ആൾക്കാർ പറയുന്നുണ്ട്. ദൈവസഭയിലെ ചില കാര്യങ്ങൾ വരുമ്പം അതിനെ ആൾക്കാർ കറക്റ്റ് ചെയ്യാതിരിക്കുമ്പം അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് തന്നെ പറഞ്ഞില്ലേ കൊയ്ത്തോളം വളരട്ടെ, ഇപ്പം വെട്ടിക്കളയണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, അവിടെ ദൈവസഭയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ അല്ല മത്തായിയുടെ സുവിശേഷം. അതിൽ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ കർത്താവിനെ പറഞ്ഞിരിക്കുന്നു വയല് ലോകം, കള ദുഷ്ടന്മാരുടെ പുത്രന്മാർ, നല്ല വിത്ത് ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ. അന്നേരം ലോകത്തിലാണ് പിശാച് കള വധിച്ചിരുന്നിരിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ദൈവസഭയില് പിശാചിന്റെ പ്രവൃത്തികളെ പറ്റി പഠിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ബൈബിള് പഠിപ്പിക്കുന്ന ആ ഒരു എംഫസൈസ് മാറിപ്പോകരുത്. ബൈബിളിൽ കൊടുക്കുന്ന ആ ഒരു ബാലൻസ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ദൈവജനത്തിൽ ആ ദൈവസഭയിൽ ആത്മീയ പോരാട്ടങ്ങളെ പറ്റി എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണ്, പിശാചിനെ കർത്താവ് ക്രൂശിലായത് മൃഗം വെപ്പിച്ചു, എന്നാൽ അവരുടെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ ദൈവസഭയിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ആ ഒരു ബാലൻസിൽ ദൈവജനം പഠിപ്പിക്കുന്ന ബാലൻസിൽ പഠിപ്പിക്കേണ്ട തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഒരു എക്സാമ്പിളിൽ ദൈവസഭയിൽ സഭയ്ക്കുള്ളിൽ പിശാചിന്റെ മക്കളുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുന്നില്ല. സഭയ്ക്കുള്ളിൽ ഇപ്പൊ മറ്റേ ഫസ്റ്റ് ലെറ്റർ, പീറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ ഇതേപോലെ തന്നെ 5-ാമത്തെ പറയും, നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോരുന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായിട്ട് വരുന്നു പറഞ്ഞപ്പോ സഹോദരവർഗത്തിന് നേരെയും ഇവന്റെ തന്ത്രങ്ങൾ ഉണ്ടെന്നല്ലേ പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ആ തന്ത്രങ്ങൾ ഉണ്ടെന്നാണ് എഫെസ്യ ലേഖനം അവസാനം വരുമ്പോൾ സാത്താന്റെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, എഫെസ്യ ലേഖനത്തിന്റെ ലാസ്റ്റ് ഭാഗം വിശദീകരിച്ചുകൊണ്ട്. അന്നേരം അത് പഠിപ്പിക്കേണ്ട ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പലപ്പോഴും സാത്താനെന്ന് നമ്മൾ ദൈവത്തെ കാണുന്ന പോലെ തന്നെ ആളുകൾ സാത്താൻ ഒരു അകലെ എവിടെയോ ഇരിക്കുന്ന ഒരു ഇതാണ്, നമുക്ക് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല എന്നുള്ള പോലെയാണ്. പക്ഷെ എങ്ങനെയാണ് ജനസമൂഹത്തിന്റെ ഇടയ്ക്ക് ആളുകളുടെ മനസ്സിനെ, ഹൃദയത്തെ കൈവശമാക്കുന്നത് എന്നുള്ളത്, അതിനെപ്പറ്റി കുറച്ചൊരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു വ്യത്യാസം ചെറുതായിട്ട് എനിക്ക് ഇവിടെ തോന്നിയതാണ് എന്റെ പറഞ്ഞു മാത്രം. താങ്ക് യു. സാറേ, അപ്പൊ നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഇപ്പം സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതാണെങ്കിലും ബാക്കി എന്ത് കാര്യമായിട്ട് നിൽക്കുന്ന ആളിൽ ഈ തലയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടമായി സഭ യഥാർത്ഥത്തിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ മേളിലൊരു ജയം ഉണ്ടെന്നുള്ളതാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും കറക്റ്റ്. അതെ, ഇതില് ഈ റോമാലേഖനം അവസാനം വരുമ്പം പൗലോസ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ദൈവം ചതിച്ചളയെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു തലയായിരിക്കുന്ന ചർച്ച് ബോഡിയുടെ കാൽക്കീഴിൽ. അങ്ങനെ തരം ചർച്ച് യുണൈറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച് ഒരു ബോഡിയായിട്ട് ഫങ്ഷൻ ചെയ്താൽ, ചർച്ച് യേശുക്രിസ്തു എന്ന തലയുമായിട്ട് ബന്ധപ്പെട്ട് ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നിടത്ത് സാത്താന് അതിൻ്റെ ശക്തി അവിടെ നിഷ്ഫലമാവുകയാണ്. സാത്താന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. സഭയിൽ ഭിന്നത വരുമ്പോൾ, സഭയിൽ ഡിവിഷൻ വരുമ്പോൾ, സഭ ആ ബോഡിയുടെ ഫംഗ്ഷനിൽ നിന്ന് മാറുമ്പോൾ പിശാചിന് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കിട്ടുകയും ചെയ്യാണ്. അതായത് അത് ബ്രദർ പറഞ്ഞത് കറക്റ്റാണ്. കർത്താവെന്ന തലയുമായിട്ടുള്ള മുറുകെ പിടിക്കുന്ന, കർത്താവെന്ന ശരീരമായിട്ട് വർക്ക് ചെയ്യുന്ന ആ യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പിശാചിന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അതാണ് റോമാലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചർച്ചിന്റെ കാര്യം 12-ാമത്തെ അധ്യായം മുഴുവൻ പറഞ്ഞിട്ടാണ്
പൗലോസ് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ദൈവം ചതച്ചാൽ. അന്നേരം അതെ ചർച്ച യൂണിറ്റിയിൽ നിൽക്കുന്നിടത്ത് പിശാചിന്റെ പ്രവർത്തികൾ അവിടെ വർക്ക് ചെയ്യത്തില്ല. കറക്റ്റ്. അതെ ഓക്കെ. ബ്രദറെ, ഈ സഭ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ആണ് ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ, ഓരോ വ്യക്തിയുടെയും സ്പിരിച്വൽ ലൈഫാണോ, അതോ സഭയാണോ ദൈവം കൺസിഡർ ചെയ്യുന്നത് എന്താ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണോ അതോ സഭയാണോ? ഞാൻ മനസ്സിലാക്കുന്ന ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. ഏതാണ് മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം വരുന്നില്ല. കാരണം സഭയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടൊരു ഇൻഡിവിജ്വൽ ബിലീവർ ശരിക്കും ബൈബിളിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇല്ല. നേരം വ്യക്തിപരമായിട്ടുള്ള ജീവിതം തീർച്ചയായിട്ടും നമ്മളെ ഒരു ചർച്ച് ലൈഫിലേക്ക് നയിക്കും. അന്നേരം ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ജീവിതം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻഡിവിജ്വൽ ബോഡിയാണ് നമ്മുടെ തല യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തലയായിരിക്കുന്ന ഒരു ശരീരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവം നമ്മളെ ഒരു ശരീരത്തിന്റെ അവയവമായിട്ട് ആക്കുകയും ആ സഭയിൽ നമ്മളുടെ ശുശ്രൂഷയോട് വെളിപ്പെടുത്തി. എന്നിട്ട് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പം ദൈവം നമ്മളെ സഭയോട് ചേർക്കുന്നത് ഇൻഡിവിജ്വലായിട്ടാണോ അതോ ഒരു വ്യക്തി പിന്നെ കുടുംബം പിന്നെ സഭ, ആ ഒരു ക്രൈറ്റീരിയ അവിടെ വരുന്നുണ്ട്? കുടുംബമായിട്ടുള്ള ചേർക്കലാണോ സഭയിൽ, അതോ ഓരോ വ്യക്തിയിലും ഉള്ള ആത്മീയമാണോ ഇമ്പോർട്ടൻ്റ്, അതോ ദൈവം നോക്കുമ്പം കുടുംബമായിട്ടുള്ള ആത്മീയമാണോ നമ്മളെ സഭയിലേക്ക് ചേർക്കുന്നത്? സഭയിലേക്ക് ദൈവം ചേർക്കുന്നത് വ്യക്തികളെ തന്നെയാണ്. അതാണ് ദൈവം രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം സഭയിലേക്ക് ദൈവം ചേർക്കുന്നത് ഇപ്പം കുടുംബം അല്ലാത്തവരെയും ദൈവം സഭയിലേക്ക് ചേർക്കുമല്ലോ. അന്നേരം സഭയിലേക്ക് ബോഡിയുടെ പാർട്ടാവുന്നത് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ്, അല്ലാതെ കുടുംബമായിട്ടല്ല. എന്നാൽ കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സഭ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നാകുന്നത് അത് കുടുംബത്തിലാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് ചേരുന്നത് സഭയിലേക്ക്. അന്നേരം ഞാൻ പറഞ്ഞ ഈ യൂണിറ്റിയുടെ ഇപ്പം കുടുംബം ഉള്ളിടത്താണെങ്കിൽ ഒരു ദേഹം എന്നുള്ളത് കൺസെപ്റ്റ് ആദ്യം ഉൽപ്പത്തിയിൽ വരുന്നത് കുടുംബത്തിലാണ്. ഭാര്യയും ഭർത്താവും ഒന്നാകുന്നു. എന്നിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുന്ന സഭ ഉണ്ടാകുന്നു. അതാണ് ഒരു ഐഡിയൽ പൊസിഷൻ കുടുംബമാണെങ്കിൽ. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ഇപ്പൊ കുടുംബത്തിലെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടല്ലെങ്കിൽ അവിടെ ആ ഒരു യൂണിറ്റ് സാധ്യമല്ല. ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നില്ല. കാരണം രക്ഷിക്കപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് മാത്രമേ ഒരു ദേഹമായിട്ട് തരാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണല്ലോ സഭയോട് ചേരുന്നത്. അന്നേരം ഭർത്താവ് ആ സഭയുടെ ഭാഗമല്ല. അന്നേരം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ദൈവം സഭയോട് ചേർക്കുന്നത്, അല്ലാതെ കുടുംബമായിട്ടല്ല സഭയോട് ചേർക്കുന്നതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ.